بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ നിഅമത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി ഇതിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ മാനസികമായ വിഷമം ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ബാധിച്ചിരിക്കുന്ന മാനസികമായ രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടി പരിഹാരം തേടി വന്ന ഒരാൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടികളാണ് പിൽക്കാലത്ത് അദ്ദാഉ വദ്ദവാ എന്ന പേരിൽ കിതാബായിട്ട് പുറത്തിറങ്ങിയത്. ഒരു മുസ്ലിമും അനിവാര്യമായി പഠിച്ചിരിക്കേണ്ട ഉള്ളടക്കമാണ് യഥാർത്ഥത്തിൽ അതിലൂടെ അദ്ദേഹം ലോക ജനതയെ പഠിപ്പിക്കുന്നത്. ആ ഒരു രോഗവും ചികിത്സയും എന്ന പുസ്തകത്തെ വിവിധങ്ങളായ ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇംഗ്ലീഷിലൊക്കെ അതിൻ്റെ ട്രാൻസ്ലേഷൻ നമുക്ക് PDF ആയിട്ടും അല്ലാതെയും അവൈലബിളാണ്. തൻ്റെ മുന്നിൽ രോഗത്തിനുള്ള മരുന്ന് ചോദിച്ചു വന്ന ആളോട് അദ്ദേഹം പ്രധാനമായിട്ടും കൊടുക്കുന്ന മെഡിസിൻ അത് അദ്ദുആ, പ്രാർത്ഥനയാണ്. നമുക്കെന്ത് സന്തോഷം ഉണ്ടായാലും നമുക്കെന്ത് വിഷമം ഉണ്ടായാലും നമ്മൾ ഏറ്റവും അടുത്ത ആളോടാണ് അത് പറയുക. നമ്മുടെ സന്തോഷങ്ങൾ നമ്മളുമായി ഏറ്റവും അടുത്തവരോട് നമ്മൾ പറയും. നമുക്ക് വല്ല നേട്ടവും കിട്ടിയാൽ റോട്ടിൽ കാണുന്ന ആൾക്കാരോടൊക്കെ ഞാൻ വണ്ടി എടുത്തു എന്ന് പറഞ്ഞെടുക്കാറില്ല. നമുക്ക് ഫുൾ A+ കിട്ടി, നമ്മുടെ മക്കൾക്ക് ഫുൾ A+ കിട്ടി, നമ്മൾ ബീച്ചിലിറങ്ങിയിട്ട് എൻ്റെ മകന് ഫുൾ A+ ആണ്, എൻ്റെ മകന് ഫുൾ A+ ആണ് കാണുന്നവരോട് എല്ലാവരോടും പറയാറില്ല. മറിച്ച് നമ്മളുമായി ഏറ്റവും അടുത്തവരോടാണ് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഹൈഡ് ചെയ്തു വെക്കുകയും നമ്മളുമായി ഏറ്റവും അടുത്തവരോട് മാത്രം നമ്മുടെ പ്രയാസങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. ആരാണ് നമ്മളുമായി ഏറ്റവും അടുത്തവൻ എന്ന ചോദ്യത്തിനുള്ള ആൻസർ നമ്മുടെ ഭാര്യയല്ല, നമ്മുടെ മക്കളല്ല, നമ്മുടെ മാതാപിതാക്കളല്ല. നമ്മുടെ ഉദരത്തിൽ, നമ്മുടെ ശരീരത്തിൽ പൊക്കിൾ അവസാനിക്കുന്ന നിലനിൽക്കുന്ന കാലം അത്രയും പാരൻസിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടെന്ന് പറയാം, അല്ലേ? ഒരിക്കലും നമ്മുടെ പൊക്കിൾ കുഴി മറച്ചു വെക്കാനോ സർജറി ചെയ്ത് നീക്കം ചെയ്യാനോ ആരും ശ്രമിക്കാറില്ല. അത് നിലനിൽക്കുന്ന കാലം അത്രയും നമ്മുടെ പാരൻസിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു ബന്ധം, ആ ഒരു അടുപ്പം നിലനിൽക്കും. പക്ഷെ അതിനേക്കാൾ നമ്മളുമായി അടുത്തവൻ ആരാണെന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന മറുപടി വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫല്യസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എന്നെക്കുറിച്ച് എൻ്റെ ദാസന്മാർ ചോദിച്ചാൽ പ്രവാചകരെ താങ്കൾ പറയുക, ഞാൻ അവരുമായി ഏറ്റവും അടുത്തവനാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഹബ്ലുൽ വരീദിനേക്കാളും അടുത്തവരാണ്. ജീവനാഡിയും നമ്മളും തമ്മിൽ എത്ര അറ്റാച്ച്ഡ് ആണോ അതിനേക്കാൾ അടുത്തവൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ നമ്മളുമായി ഏറ്റവും അടുത്തവൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആയിരിക്കുമ്പോൾ
അവനോടാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രകൃതി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം നേടാൻ അതിന് കാരണങ്ങൾ തേടണം. കാരണങ്ങൾ തേടിയാലും ആ സംഗതി നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അള്ളാന്റെ തൗഫീഖ് വേണം. ഒരുപക്ഷെ രോഗം മാറാൻ മെഡിസിനാണ് അള്ളാഹ് ഇവിടെ വെച്ച കാരണമെങ്കിൽ ആ മെഡിസിൻ നമ്മൾ എടുത്താലും രോഗം മാറാത്ത അവസ്ഥയുണ്ടാവും. ചിലപ്പോൾ മെഡിസിൻ എടുത്താൽ രോഗം മാറുന്ന അവസ്ഥ ഉണ്ടാവും. കാരണങ്ങൾ തേടിയാൽ കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു തരുന്നത് പടച്ചവനാണ്. കാരണങ്ങളെ തേടിയിട്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോഴും നമുക്ക് പറയാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട്, പ്രകൃതിക്ക് വിപരീതമായിട്ട് കാര്യങ്ങൾ ചെയ്തു തരാൻ സാധിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. തീയിൻ്റെ സ്വഭാവം കരിച്ചു കളയുക എന്നുള്ളതാണ്. പക്ഷെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ തീയിലിട്ടപ്പോൾ അള്ളാഹു തീയിനോട് കൊടുത്ത കൽപ്പന ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീ നീ ഇബ്രാഹിമിന് മേൽ സമാധാനവും തണുപ്പുമാവുക. തണുപ്പ് മാത്രമായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി തണുത്ത് മരവിച്ച് മരിക്കുമായിരുന്നു. സലാമൻ എന്നുകൂടെ പറഞ്ഞതോടുകൂടെ ഒരു AC ഹാളിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖവും കുളിരും ആ ഒരു സേഫ്റ്റിയുമായിരുന്നു ഇബ്രാഹിം നബിക്ക് ആ തീക്കുണ്ടാരത്തിലുണ്ടായത്. സമുദ്രത്തിന്റെ പൊതു സ്വഭാവം ആടിയുലയുന്ന തിരമാലകളുള്ള ആഴമേറിയ അടിഭാഗം ചളി നിറഞ്ഞതാണ് സമുദ്രം എന്ന് പറയുന്നത്. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദ്രത്തെ പിളർത്തിയിട്ട് ത്വരീഖൻ യബസ, ഉണങ്ങിയ വഴി അവിടെ രൂപപ്പെടുത്തുകയുണ്ടായി. വെള്ളത്തിനൊരു പ്രത്യേക രൂപം പൂളാൻ കഴിയില്ല. ഗ്ലാസ്സിൽ ഒഴിച്ചാൽ ഗ്ലാസിന്റെ രൂപം, കലത്തിൽ ഒഴിച്ചാൽ കലത്തിന്റെ രൂപം, ചെമ്പിൽ ഒഴിച്ചാൽ ചെമ്പിന്റെ രൂപം, എവിടെയാണോ നാം ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചാൽ ടെസ്റ്റ് ട്യൂബിന്റെ രൂപം, എവിടെയാണോ നാം ഒഴിക്കുന്നത് അവിടെയാണ് ആ വസ്തുവിന്റെ ആ പാത്രത്തിന്റെ രൂപമാണ് വെള്ളത്തിന് ലഭിക്കുന്നത്. വെള്ളം ഒരു ഇടത്ത് ഒഴിച്ചാൽ അതൊരു പ്രത്യേക പദാർത്ഥമായി ഇങ്ങനെ നിൽക്കൂല, അത് ഒലിച്ചു പോകും. എന്നാൽ അതിന് വിരുദ്ധമായി കത്തൗദിൽ അദീം, രണ്ട് മതിൽക്കെട്ടുകളായിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബനു ഇസ്രായേലിന്റെ മുന്നിൽ വെള്ളം മാറി നിന്നു എന്ന് പറയുമ്പോൾ പ്രകൃതി പ്രതിഭാസത്തിനപ്പുറത്ത്, പ്രകൃതിയുടെ സുന്നത്തിനപ്പുറത്ത്, നാം സങ്കല്പിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, കുടുംബപരമാകട്ടെ, സാമൂഹികമാകട്ടെ, നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മുടെ നീഡ്സ് എന്താണോ, നമുക്ക് എവിടെയാണോ സൊല്യൂഷൻ ആവശ്യമുള്ളത്, എവിടെയാണോ നമുക്ക് സഹായം ആവശ്യമുള്ളത്, എന്ത് കാര്യത്തിലാണോ നമുക്ക് പരിഹാരം വേണ്ടത്, എല്ലാം ചോദിക്കാൻ, എല്ലാറ്റിനും മറുപടി നൽകാൻ, അത് ചോദിക്കുന്നവന് ഏറ്റവും നല്ല നിലക്ക് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട്. അമാനി മൗലവി തഫ്സീറിൽ പറയുന്നത് കറിയിൽ ഉപ്പില്ലെങ്കിൽ പോലും അള്ളാഹിനോട് ചോദിക്കാം. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നീ അള്ളാഹിനോട് ചോദിക്കണം എന്നാണ്. താബീങ്ങളുടെ ചരിത്രത്തിൽ ഒരാൾ ദൂരെ യാത്ര പുറപ്പെട്ട് വിജനമായൊരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ മൃഗം ചത്തുപോകുമ്പോൾ അദ്ദേഹം പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ട് വീട് വരേക്കും ആ ജന്തുവിനുള്ള ജീവൻ കൊടുക്കുന്നതൊക്കെ വായിക്കാൻ പറ്റും. 300 കൊല്ലം ഒരു 7 യുവാക്കൾ ഉറങ്ങി എന്ന് പറഞ്ഞാൽ അവർ ഡെഡാണ് അല്ലേ? പക്ഷെ വകദാലിക ബഅത്നാഹും ലിയതസാഅലു ബൈനഹും ഖാല ഖായിലുൻ മിൻഹും കം ലബിസ്തും ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. സൂര്യവർഷപ്രകാരം 300 കൊല്ലവും ചന്ദ്രവർഷപ്രകാരം 309 കൊല്ലവും ഗുഹയിൽ ഉറങ്ങിക്കിടന്ന അവരെ വലഖദ് ബഅത്നാഹും, നമ്മൾ വകദാലിക ബഅത്നാ, അപ്രകാരം നാം അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എങ്ങനെയാണ് ഈ മേൽക്കൂരയോടൊപ്പം അടിഞ്ഞു വീണ ഒരു ജനപദത്തെ വീണ്ടും എങ്ങനെ പടച്ചവൻ പുനർജനിപ്പിക്കാന്ന് ചോദിച്ച ആളെ അല്ലാഹ് 100 കൊല്ലം മരിപ്പിച്ചു. സൂറത്ത് അൽ ബഖറയിൽ പറയുന്നുണ്ട്. എന്നിട്ട് അയാളെ ജീവൻ വെപ്പിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയുന്നുണ്ട്, ഉൻദുർ ഇലാ ഹിമാരിക്, താങ്കളുടെ കഴുതയെ താങ്കൾ നോക്കൂ. കഴുത ചത്ത് അതിൻ്റെ എല്ലുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. കാരണം 100 കൊല്ലം എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ ഫോസിൽ മാത്രമാണ് അവിടെ ഉണ്ടാവുക, എല്ലുകൾ മാത്രം അവിടെ ഉണ്ടാവുക. എന്നാൽ താങ്കളുടെ ഭക്ഷണത്തിലേക്ക് നോക്കൂ അല്ലേ. ഉൻദുർ ഇലാ തുആമിക ലം യതസന്നഹ്, 100 കൊല്ലമായിട്ടും വളിഞ്ഞു പോകാതെ, കേടായി പോകാതെ, വരണ്ടു ഉണങ്ങിപ്പോകാതെ, ഭക്ഷണത്തിനൊരു കേടും കൂടാതെ നിലനിർത്തിയിരിക്കുന്നതായി നിനക്ക് കാണാം. കഴുതയെ പ്രകൃതിപരമായ അള്ളാഹ്
നശിപ്പിച്ച് അതിൻ്റെ എല്ലുകൾ മാത്രം അവിടെ ഉള്ളത്. എന്നാൽ ഭക്ഷണത്തെ പ്രകൃതിക്ക് വിരുദ്ധമായി അള്ളാഹു സുബ്ഹാനഹു വ തആല 100 കൊല്ലം കേടുകൂടാതെ കാത്തു സൂക്ഷിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് ഹിമാറിനെ നോക്കാൻ വേണ്ടി പറഞ്ഞു, കൈഫ നുൻഷിസുഹാ സുമ്മ നക്സുഹാ ലഹ്മാ, എങ്ങനെയാണ് നാം അതിനെ പുനർജനിപ്പിക്കുന്നത് എന്ന്, അതിനെ രൂപപ്പെടുത്തുന്നത് എന്ന്, അതിൻ്റെ മാംസവും മജ്ജയും നൽകുന്നത് എങ്ങനെയാണെന്ന് നീ നോക്കിക്കാണുക എന്നുള്ള സ്പോട്ടിൽ അയാളെ മുമ്പിൽ വെച്ച കഴുതിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ കൊടുക്കാൻ. മനുഷ്യന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനെ മനുഷ്യന്മാരുടെ കഴിവിലേക്ക് താരതമ്യപ്പെടുത്താണ്. മനുഷ്യന്മാർ അള്ളാഹുവിന്റെ സുന്നത്തിനെ മനുഷ്യന്മാരുടെ സുന്നത്തിലേക്ക് താരതമ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ അള്ളാഹുവിന്റെ കാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ, കേൾവിയെക്കുറിച്ച് പറയുമ്പോൾ, ഖുദ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ, അവന്റെ അഫ്ആലുകളെ കുറിച്ച് പറയുമ്പോൾ, സിഫാത്തുകളെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ നിഷേധ സ്വഭാവത്തോടുകൂടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്നതുമൊക്കെ അള്ളാഹുവിനെ കറക്റ്റ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പടച്ചറബിന്റെ നാമങ്ങളെ, ഗുണങ്ങളെ, വിശേഷണങ്ങളെ ഒരിക്കലും തംസീൽ നടത്താൻ പാടില്ല, തകീഫ് നടത്താൻ പാടില്ല, തഹരീഫ് നടത്താനും തഅതീൽ നടത്താനും പാടില്ല, രൂപം പറയാൻ പാടില്ല, മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ പാടില്ല, അതിന് മറ്റൊരു മീനിങ് കൊണ്ടുവരാൻ പാടില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൈകളുണ്ടെന്ന് പറയുമ്പോൾ അത് കൈയല്ല, മറിച്ച് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുവ്വത്താണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായമാണ്, അല്ലെങ്കിൽ റഹ്മത്താണ്, മറ്റു പല ആശയാർത്ഥത്തിൽ വിശദീകരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അവർ അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ള സിഫാത്തുകളെ നിഷേധിക്കുന്ന ആൾക്കാരാണ്. അവർ അള്ളാഹ്ക്കുള്ള വിശേഷണത്തിന് മറ്റു പല നാമങ്ങളും മറ്റു പല വിവരണങ്ങളും വർണ്ണനകളും കൊണ്ടുവന്നിട്ട് അവർ സ്വയം സമാധാനമടയാണ്. മനസ്സിലായില്ലേ? അള്ളാഹ്ക്കൊരു സുന്നത്തുണ്ട്. ആ സുന്നത്ത് മനുഷ്യന് സുന്നത്തുണ്ട്. മനുഷ്യന് ആളുകളെ സഹായത്തിന് വേണ്ടിയിട്ട് ആളുകൾക്ക് ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അവന്റെ കഴിവുകേട് കൊണ്ടാണ്, അല്ലേ? എല്ലാ ബ്രാഞ്ചസിലും MD-ക്ക് പോയിട്ട് സെയിൽ നടത്താൻ പറ്റുമല്ലോ? പറ്റും. 100 ബ്രാഞ്ചിലെടുത്ത് ഞാൻ തന്നെ പോയിട്ട് കച്ചവടം നടത്താൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ അയാൾക്ക് എംപ്ലോയീസ് വേണ്ടി വരും, മാനേജർമാർ വേണ്ടി വരും, ഡിഫറെന്റ് സ്റ്റാഫുകൾ വേണ്ടി വരും, ഡിപ്പാർട്ട്മെന്റ്സ് വേണ്ടി വരും, അതിന് ഹെഡ് ഓഫീസുകൾ വേണ്ടി വരും, മൊത്തം കോർഡിനേഷൻ ടീംസ് വേണ്ടി വരും. അത് മനുഷ്യന് അങ്ങനെ ബലഹീനത ഉള്ളതുകൊണ്ട് മനുഷ്യൻ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുന്നു. എന്നാൽ അള്ളാഹു വഹി എത്തിക്കാൻ മലക്കുകളെ നിയോഗിച്ചതും മഴയിറക്കാന്, അതുപോലെ തന്നെ കാഹളത്തിലൂതാന്, റൂഹ പിടിക്കാന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളെ നിയോഗിച്ചത് അള്ളാഹ്ക്ക് പറ്റാത്തതുകൊണ്ടല്ല, മനുഷ്യന്റെ സുന്നത്തല്ല, അള്ളാന്റെ സുന്നത്ത്. മനുഷ്യൻ മറ്റുള്ളവരെ സ്വീകരിക്കുന്നത് അവന്റെ കഴിവുകേടുകൊണ്ടും ദുർബലത കൊണ്ടുമാണ് എന്ന അതേ ഇക്വേഷൻ വെച്ച് അള്ളാഹുവിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അള്ളാഹ്ക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവ് എന്താണ്? കുൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അത് ഉണ്ടാവും. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും സഹായം ആവശ്യമല്ല, ഒരാളും അള്ളാഹ്ക്ക് സഹായിയുമല്ല. അള്ളാഹിന്റെ സൃഷ്ടികളാണ് മലക്കുകൾ, ആ മലക്കുകൾക്ക് അള്ളാഹ് ഡ്യൂട്ടി കൊടുത്തു. അള്ളാഹിന്റെ സൃഷ്ടികളാണ് മനുഷ്യന്മാർക്ക് അള്ളാഹു ഡ്യൂട്ടി കൊടുത്തു. മനുഷ്യന്മാരുടെ ചിട്ടയും ശീലവും എല്ലാം വെച്ച് അള്ളാഹിനെ കണക്ക് കൂട്ടിയത് കൊണ്ടാണ് അവർക്ക് അബദ്ധങ്ങൾ പറയേണ്ടി വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം ബിയോണ്ട് ദി എക്സ്പെക്ടേഷൻ, നമ്മുടെയൊക്കെ സങ്കല്പത്തിനപ്പുറത്താണ്. അള്ളാഹിന്റെ കഴിവെന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് എത്രയോ അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ചെറുതാകട്ടെ വലുതാകട്ടെ, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, ദീനിയായ കാര്യങ്ങളാകട്ടെ ദുനിയവിയായ കാര്യമാകട്ടെ, ഈ ഭൗതിക ലോകത്തുള്ളതാകട്ടെ നാളെ പാരത്രിക ലോകത്തുള്ളതാകട്ടെ, എന്ത് ആവശ്യമാണോ നമുക്കുള്ളത് അത് അള്ളാഹിനോട് ചോദിക്കുക. നീ വല്ലതും ചോദിക്കുന്നെങ്കിൽ പടച്ചവനോട് ചോദിച്ചു. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തുമായിട്ട് ആദ്യം ബൈഅത്ത് വാങ്ങി. പിന്നീട് ചില പ്രത്യേകക്കാരെ വിളിച്ചിട്ട് അവരോട് വീണ്ടും ഒരു ബൈഅത്ത് വാങ്ങി. എന്താ അവരോട് വീണ്ടും ഒരു ബൈഅത്ത് വാങ്ങിയത്? ഒരാളോടും ഒന്നും ചോദിക്കരുത് എന്നാണ്. ഭൗതികമായ കാര്യങ്ങൾക്ക് പോലും പടപ്പുകൾ ആശ്രയിക്കരുത്, അതും പടച്ചവനോട് ചോദിച്ചാൽ മതി എന്നുള്ളവർക്ക്. പറ്റുന്നതൊക്കെ നമ്മൾ സ്വന്തം ചെയ്യുക, ചോദ്യങ്ങളൊക്കെ പടച്ചവനോട് മാത്രം. അത്രയും അധികം നമുക്ക് ചോദിക്കാനും നമുക്ക് അഭയപ്പെടാനും നമുക്ക് ആശ്രയിക്കാനും നമുക്ക് തുണ നൽകാനും നമുക്ക് സംരക്ഷണമേകാനും കഴിവുള്ള ഒരു ശക്തി നമുക്കുണ്ടെന്ന് ധൈര്യപ്പെടാൻ ഈ ഇരിക്കുന്ന വിശ്വാസികളായി നമുക്ക് മാത്രമേ പറ്റുള്ളൂ.
കോംപ്ലിക്കേഷൻസ്, ക്രൈസിസ്, പ്രോബ്ലംസ് അതിങ്ങനെ 1 by 1 ആയിട്ട് പല ടൈപ്പിൽ വരും. എപ്പോഴാണ് വരികയെന്നറിയില്ല അല്ലേ? മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിച്ചിരുന്നോ തലയിൽ വിമാനം പോയിട്ടായിരിക്കും ഞങ്ങൾ മരിക്കുക? ലൈഫിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് അല്ലേ? ആ ഒരു എക്സ്പെക്റ്റേഷന്റെ പുറത്താണത്. ഒരു വിമാനം തലയിൽ വീണ് മരിക്കുന്ന ലൈഫിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല അവര്. പക്ഷെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അതുകൊണ്ട് ലൈഫിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം, താളപ്പിഴകൾ, ക്രമക്കേടുകൾ, നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള വിഷയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ അടുത്ത ഗ്രൂപ്പിൽ ഒരാളിട്ട് അടിക്കടി എനിക്ക് പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. അയാൾ അഡ്മിറ്റ് ആയിരുന്നു കുറച്ചു കാലം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ പുറത്തിറങ്ങിയ ഉടനെ അയാളുടെ കാറ് കൂട്ടിയിടിച്ച്. അപ്പോൾ അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടൽ പ്രകാരം ഈ അടുത്ത കാലത്ത് എനിക്ക് നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ സങ്കല്പങ്ങൾ, നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ ആളുകൾ ഡെസ്പായി പോകും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഡെസ്പാകാൻ പാടില്ല. വല തഅ്ജിസ്, നീ ദുർബലനാകരുത്. കാരണം നമ്മുടെ കൂടെ പടച്ചോണ്ട്. വഅലം അന്നൽ ഉമ്മത ലബിസ്സമഅത് അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ജനങ്ങൾ മുഴുവൻ നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു, അല്ലാഹ് എഴുതി വെച്ചതല്ലാത്ത ഒന്നും നിനക്ക് ചെയ്തരാൻ ഒരാളെ കൊണ്ടും പറ്റൂല. ജനങ്ങൾ മുഴുവൻ നിനക്ക് ഉപദ്രവം വരുത്താൻ തീരുമാനിച്ചു, അല്ലാഹ് നിനക്ക് രേഖപ്പെടുത്തിയ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാതെ ലോകത്തുള്ള മുഴുവൻ ശക്തികളും ഒരുമിച്ച് പ്രവർത്തിച്ചാലും നിനക്കൊരു ചുക്കും വരുത്താൻ ഒരാൾക്കും കഴിയില്ല. അത്രയും അധികം നമ്മുടെ എല്ലാം തീരുമാനിക്കുന്നതും നമ്മുടെ എല്ലാം അറിയുന്നതും നമ്മുടെ എല്ലാറ്റിൻ്റെയും കൺട്രോളും ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവിനെ ആശ്രയിക്കാൻ, അവനിലേക്ക് അഭയപ്പെടാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഓഫറാണത്. മനസ്സിലായില്ലേ? ഉദ്ഉനി അസ്തജിബു ലക്കും, എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഉജീബു ദഅവത ദാഇ, വിളിച്ച് പ്രാർത്ഥിക്കുന്നവന് ഞാൻ ഉത്തരം നൽകും. മനസ്സിലായില്ലേ? അമ്മൻ യുജീബുൽ മുൽതർ ഇദാ ദഅാഹു വയക്ഷിഫു സൂ വയജഅലകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. ഞാനല്ലാതെ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ചാൽ ആ പ്രയാസങ്ങൾ നീക്കിത്തരാനും ഞാനല്ലാതെ ആരാണ്, ഏതൊരു ഇലാഹാണ് നിങ്ങൾക്കുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ വിളിച്ചോളി, ഞാൻ ഉത്തരം തരാമെന്ന് പറയുകയും ഞാനല്ലാത്ത ഒരാളെ വിളിച്ചിട്ടും കാര്യമില്ലെന്ന് പറയുകയും ചെയ്യേണ്ട അല്ലാഹു. മനസ്സിലല്ലേ? നിങ്ങൾ എന്നെ വിളിക്കുകയാണ് വേണ്ടത്, ഞങ്ങൾക്ക് ഉത്തരം തരാം. എന്നെ അല്ലാതെ നിങ്ങൾ ഒരാളെയും വിളിച്ചിട്ട് കാര്യമില്ലാതും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫർ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സ്വീകരിക്കണം. എന്ത് പ്രയാസങ്ങൾ, എന്ത് ബുദ്ധിമുട്ടുകൾ, എന്ത് നീഡ്സ് നമുക്കുണ്ടെങ്കിലും നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വസൂഇൽ ഖദാഇ വദർകി ശഖാഇ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുവേ, ബലാഅകൾ, മുസീബത്തുകൾ അത് ബാധിച്ചിട്ട് അതിൻ്റെ ഒരു കാഠിന്യത അല്ലെ, അതിൻ്റെ ഒരു പ്രയാസം, അതിന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. വിഷമങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, എല്ലാ പ്രശ്നങ്ങളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഒരു മനുഷ്യന്റെ ഓൾ ലൈഫിൽ വരാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് വിഷയങ്ങളെക്കുറിച്ചും റസൂലുള്ളാഹ് നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണോ നമ്മുടെ പ്രശ്നം അതിനുള്ള പ്രാർത്ഥന. ഇനി അതിന് സ്പെസിഫിക് പ്രാർത്ഥനയില്ലെങ്കിലും അത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന ഒരു മെത്തേഡ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. എന്താണോ നമ്മൾ അനുഭവിക്കുന്ന കാര്യം, എന്താണോ നമുക്ക് ആവശ്യമുള്ള കാര്യം, അത് അള്ളാഹിനോട് ചോദിക്കുക. ചെറുപ്പം മുതൽക്കേ നമ്മൾ മക്കളൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അത് നിസ്സാരമായൊരു വിഷയത്തിൽ പോലും. മനസ്സിലായി? ഇപ്പൊ പെരുന്നാൾക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാം, എന്താ നമ്മൾ പറയാം? വേഗം ഇറങ്ങിക്കോളി, വേഗം പോകണം അല്ലേ, ടൈം എടുക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ അല്ലേ, ഇങ്ങനെയൊക്കെ പറയും. നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വേർത്തായിട്ടുള്ള ഇസ്ലാമികമായിട്ടുള്ള, എന്നാൽ അണിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകുന്ന തരത്തിലുള്ള ഒരു വസ്ത്രം കിട്ടാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പറയും അല്ലേ. നമ്മൾ എന്തുകൊണ്ട് പറയുന്നില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിസാരമായ, നമ്മൾ കുടുങ്ങുമ്പോ അല്ലെങ്കിൽ അല്ലേ അങ്ങേ തലയിലെത്തിയാല് ആണ് പടച്ചോനെ ആലോചിക്കുക ആൾക്കാർ. അതുവരെ ഇങ്ങനെ ബാക്കി മാർഗങ്ങളൊക്കെ ഞാൻ നോക്കും. അവരോട് പറയും, ഇവരോട് പറയും, മറ്റവരോട് പറയും.
പ്രാർത്ഥിക്കാൻ തന്നെയും സ്വന്തം പ്രാർത്ഥിക്കൊന്നുമില്ല, വേറുള്ളവരോട് ഇങ്ങനെ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി. മൂപ്പരൊന്ന് മനസ്സറിഞ്ഞ് കണ്ണു നിറച്ച് പടച്ചവനോടൊന്ന് വിഷമിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല മര്യാദയ്ക്ക്. അതുപോലും പറയാ, എല്ലാം ബ്ലോക്കായി ഇനി രക്ഷയില്ല തോന്നുന്ന സമയത്താണ് പറയാം. അത് മാറ്റിയിട്ട് ജീവിതത്തിൽ ഉടനീളം ഒരു പ്രാർത്ഥനയുള്ള, മനസ്സിലായി? അതായത് പടച്ചോനെ എപ്പോഴും ഓർക്കുന്ന ആള് ചോദിച്ചാൽ തന്നെ അള്ള കൊടുക്കുന്ന ഹദീസുണ്ട്. പടച്ചോനെ എപ്പോഴും ദിക്റെടുക്കുന്ന, ഓർക്കുന്ന, സ്മരിക്കുന്ന ഒരാള് ചോദിച്ചാൽ തന്നെ അള്ള കൊടുക്കും. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി ഹദീസിലുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു തലത്തെ നാം ലൈഫിൽ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. പിന്നെ ഏറ്റവും സിമ്പിളാണല്ലോ അല്ലെ, എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റിയ സൊല്യൂഷനാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഒരു ദൈവവിശ്വാസിക്ക് മാത്രമാണ് ഇതിന് പറ്റുക അല്ലെ. പടച്ചോനിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ അഭയപ്പെടാൻ പറ്റുള്ളൂ. എന്തുണ്ടെങ്കിലും, എന്ത് പ്രശ്നം പറഞ്ഞാലും നമുക്ക് ഞാൻ സഹായിക്കാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടോ എന്ന് പറയാൻ പറ്റും. എന്ത് സംഗതി എന്ന് പറഞ്ഞാലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും, പടച്ചോന് സൊല്യൂഷൻ ഉണ്ടാക്കി തരും എന്ന് നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും. എത്ര വലിയ ആലിമാണെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും ശരി, അയാളോട് നമ്മൾ പടച്ചോനെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട്, പടച്ചോൻ ഉണ്ടല്ലോ നമുക്ക്, പടച്ചോനോട് പറയാം, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പടച്ചോൻ കേൾക്കും എന്ന് പറഞ്ഞാൽ, ഞാനൊരു ആലിമായിട്ട് എന്നോട് അങ്ങനെ ഒരു ഉപദേശത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ന മറുപടി അല്ല, അൽഹംദുലില്ലാ ഇപ്പൊ ഒരു സമാധാനമുണ്ട് എന്ന് അറിവുള്ള ആളുകൾ പോലും പറയും. കാരണം എന്താ, ഏതൊരു പ്രശ്നത്തിലും നമ്മുടെ മുമ്പിലുള്ള സൊല്യൂഷൻ അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളതാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കണ ഒരു ഇബാദത്താക്കി വെച്ചു, അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളൊരു ഇബാദത്താക്കി വെച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല ഇബാദത്താണ് പ്രാർത്ഥന. ലൈസ ശൈഉൻ അക്റമ അലല്ലാഹ് മിനദ് ദുആ. അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെട്ട കാര്യം അത് പ്രാർത്ഥനയാണ്. നമ്മളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുക, ഇടങ്ങാറല്ലേ? എന്നാൽ അള്ളാഹ്ക്ക് എന്താ തോന്നുക, മല്ലം യസ്അലില്ലാഹ് യഗ്ളബ് അലൈഹി. ചോദിക്കാത്തവനോട് അള്ളാഹ്ക്ക് ദേഷ്യം. നിരന്തരമായി പടച്ചോനുമായിട്ട് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, രാവിലും പകലിലും നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും യാത്രയിലും എല്ലാ സമയത്തും അള്ളാഹിനെ ഓർക്കുന്ന, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മനസ്സുള്ള ഒരാളെ അള്ളാഹ് ഒരിക്കലും വിടൂല. എന്നാ അള്ളാഹിനെ ഓർമ്മല്ലാതെ ഞാനാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണേ, ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് അങ്ങനെ ആയത്, ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അങ്ങനെ അവനവനീയത്ത് പറയുന്ന അല്ലെ, അനാനീയത്ത് പറയുന്ന ആൾക്കാരെ അള്ളാഹ്ക്ക് ദേഷ്യം. മാത്രമല്ല, മാമിൻ മുസ്ലിമി യദ്ഉ ബിദഅവത്തിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മൂന്നിലൊരു വിധത്തിൽ അള്ളാഹ് ഉത്തരം കൊടുക്കുന്നതാണ്. ഒന്നിൽ സ്പോട്ടിൽ അവൻ ചോദിച്ചു കൊടുക്കും, അല്ല ഇതിനേക്കാൾ വലിയൊരു ബിഗ് പ്രോബ്ലം നമുക്ക് വരാണ്ടാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരാൾ ഫ്ലൈറ്റ് മിസ്സായിരുന്നു. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു പരീക്ഷണമായിരുന്നു. കാരണം ടിക്കറ്റ് ഒക്കെ എടുത്ത് അയാൾ വെൽ പ്രിപ്പയർഡായി എല്ലാം റെഡിയാക്കി എയർപോർട്ടിൽ വന്നിട്ട് അയാൾക്ക് ഫ്ലൈറ്റ് കയറാൻ പറ്റിയില്ല എന്നുള്ള വലിയൊരു പരീക്ഷണമായിരുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം അല്ലേ. എന്നാൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ആ ഫ്ലൈറ്റ് പോയി തകർന്നു എന്ന് അറിയുമ്പോൾ അല്ലേ, അപ്പൊ അതാണ് ഹുസ്നുൽ ദന്ന ബില്ലാഹ്, അള്ളാഹുവിൽ നല്ല വിചാരം എപ്പോഴും ഉണ്ടാവാം. ഇത് പ്രതീക്ഷകൾ തകിടം മറിയുമ്പോൾ കാറൊന്ന് കുത്തനെ ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളൊരിക്കലും കണക്കൂട്ടിയില്ല, അടുത്ത വളവുന്നത് ആ പാടത്തേക്ക് വീഴുന്നു, നമ്മൾ തല കുത്തനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരേണ്ടിയിരുന്നു. എന്നിട്ട് ഇങ്ങനെ കമയിന്ന് കിടക്കുന്ന വണ്ടി നോക്കിയിട്ട് ഇങ്ങനെ കൈയും വെച്ചിട്ട് പടച്ചോനെ എന്തിനാണ് ജിന്നെ ഇങ്ങനെ പരീക്ഷിച്ചത് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, ഈ ദുനിയാവിലെ ജീവിതം മൊത്തം പരീക്ഷണമാണ്. 2, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സംഗതിയെ കൊണ്ട് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലുതൊന്നിൽ നിന്ന് പടച്ചോൻ നമ്മളെ സംരക്ഷിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ചോദിച്ച കാര്യം ആ സ്പോട്ടിൽ നമുക്ക് ലഭ്യമായില്ലെങ്കിലും മറ്റൊന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും, റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടാവില്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ പരലോകത്തേക്കാണ്. പ്രയാസങ്ങൾ നമ്മൾ സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകളാക്കി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നേരെ പരലോകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ ഉയർച്ച നമുക്ക് അല്ലാഹു തരും.
അതുകൊണ്ടാണ് കുട്ടി മരിച്ചപ്പോൾ ഇവിടെ കുട്ടിനെ കിട്ടലാണോ സ്വർഗത്തിൽ കുട്ടിയെ കിട്ടലാണോ നല്ലതെന്ന് ചോദിച്ചപ്പോൾ സ്വഹാബി പറഞ്ഞ സ്വർഗത്തിന്റെ മുന്നിൽ എന്നെ കാത്തിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞത്. അപ്പൊ അത് വലിയൊരു മുസീബത്താണ് കുട്ടി മരിച്ചു പോവാന്നുള്ളത്. പക്ഷെ ആ ഒരു മുസീബത്ത് അയാൾ ക്ഷമിച്ചും സഹിച്ചും നിൽക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? പരലോകത്ത് ആ കുട്ടി സ്വർഗത്തിലേക്ക് ഉപ്പന്റെ കയ്യും പിടിച്ചു പോകാൻ വേണ്ടിയിട്ട് അവിടെ കാത്തിക്കും. ഇന്നത്തെ കാലത്ത് ഏതാ ബെറ്റർ അല്ലേ? അപ്പോ പ്രയാസങ്ങൾ അവിടെ നിലനിൽക്കുകയും നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്താലും നിരാശപ്പെടേണ്ട, പ്രാർത്ഥന അസ്ഥാനത്താണെന്ന് പറഞ്ഞുകൂടാ. പ്രാർത്ഥന എപ്പോഴും പടച്ചോൻ സ്വീകരിക്കും. പക്ഷെ എങ്ങനെ സ്വീകരിക്കും അറിയാത്തോണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യണത്? വിഷമം പ്രകടിപ്പിക്കണേ. എങ്ങനെ സ്വീകരിക്കുക? ചോദിച്ച അപ്പണ് തരിക എന്നുള്ളതല്ല. 3 രീതിയാണ് അള്ളാഹ്ക്ക് തരാനുള്ളത്. ആ രീതിയിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തരിക. മനസ്സിലായില്ല? അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നമുക്ക് എന്തില്ല, പാഴായി പോവുകയില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീം. അള്ളാഹു ലജ്ജയുള്ളവനാണ്, അവൻ കണക്കില്ലാതെ നൽകുന്ന ഔദാര്യവാനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫറാ. അവന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെട്ട ദാസന്റെ കയ്യിനെ 0 ആക്കി തിരിച്ചു വിടുന്നതിൽ ലജ്ജയുള്ളവനാണ് പടച്ചവൻ. അല്ലേ? നമ്മള് കാണാത്ത മാതിരിക്ക് നിൽക്കും. ആരെങ്കിലും എന്ത് ചോദിച്ചാൽ കേൾക്കാത്ത മാതിരിക്ക് നിൽക്കും. മനുഷ്യന്മാരങ്ങനെയാണ്, ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുലേക്ക് ഒരുത്തൻ കൈ ഉയർത്തിയോ ആ കയ്യിനെ 0 ആക്കി വിടുക എന്നുള്ളത് പടച്ചോൻ ഒരിക്കലും ഇഷ്ടമല്ലാത്ത കാര്യം. അപ്പൊ പ്രാർത്ഥിച്ചാൽ അതിന് പ്രതിഫലനം ഉണ്ടാകും, അതിന് ഗുണമുണ്ടാകും. പക്ഷെ ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല ഏത് വഴിയാണ് അത് വരിക എന്നൊന്നും. ഇപ്പൊ നിങ്ങൾ ചില സംഗതികൾ കാണില്ലേ, അപ്പൊ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്നൊക്കെ ആളുകൾ രക്ഷപ്പെട്ടു പോരുന്നു. അല്ലെ? ഒന്നും വേണ്ട, ഈ ഫ്ലൈറ്റിൽ തന്നെ ഒരുത്തൻ ആദ്യം പറഞ്ഞ എമർജൻസി എക്സിറ്റ് വഴി മൂപ്പര് പുറത്ത് വന്നത്. പിന്നെ മൂപ്പർ തന്നെ പറഞ്ഞു ഞാൻ തെറിച്ചു വീണാണ് പുറത്ത് കയറുന്നത്. അല്ലേ? അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വഴികളിലൂടെ ആയിരിക്കാം നമുക്കുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ ഉണ്ടാകാം. ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹ് ലജ്ജയുള്ളവനാണ്. അവനിലേക്ക് ഉയർത്തുന്ന കൈകളെ ഒന്നും കൊടുക്കാതെ തിരിച്ചുവിടുക എന്നുള്ളത് പടച്ചോന് യോജിച്ചല്ല. അതുകൊണ്ട് എന്തായിരുന്നാലും പടച്ചോനോട് ചോദിച്ചാൽ നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലാ അത് ദുആ കൊണ്ടല്ലാതെ എന്തെയില്ല, തടയപ്പെടുകയില്ല, മാറ്റപ്പെടുകയില്ല. അതുപോലെ തന്നെ ബിർറ് കൊണ്ടല്ലാതെ, നന്മ കൊണ്ടല്ലാതെ ഒരാൾക്ക് ആയുസ് വർദ്ധിക്കുകയുമില്ല. ഒരാൾക്ക് ഇറങ്ങാനുള്ളതും ഇറങ്ങിയതും എല്ലാത്തിനും നീങ്ങാനുള്ള വഴി പ്രാർത്ഥനയാണ്. ഒരാൾക്ക് ഇറങ്ങാനുള്ള മുസീബത്ത് തടയപ്പെടാനും ഒരാൾക്ക് ഇറങ്ങിയ മുസീബത്ത് ഉയർത്തപ്പെടാനുമുള്ള സബബ് അത് പ്രാർത്ഥനയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം പ്രാർത്ഥന അതിൻ്റെ നിബന്ധനകളൊത്ത് ആത്മാർത്ഥമായി അടിയുറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകുന്ന മുഹറമാത്തുകളൊന്നും വരാത്ത കോലത്തിൽ ഒരാൾ എത്രത്തോളം ശക്തമായി പ്രാർത്ഥിക്കുന്നോ അത്രയും അധികം ബലാഉകൾ അവനെ തൊട്ട് അകന്നു പോകും. ബലാഉം ദുആയും ഇതിലേതാണോ ശക്തം അതിനനുസരിച്ച കാര്യങ്ങൾ നടക്കാം. ദുആ ശക്തമാണെങ്കിൽ ബലാ അയാളെ ബാധിക്കൂല. ദുആയും ബലാഉം ഒരേ ശക്തിയിലാണെങ്കിൽ ദുആന്റെ റിസൾട്ട് കുറച്ചുണ്ടാവും, ബലാഇന്റെ പരീക്ഷണത്തിന്റെ ചില ഭാഗങ്ങളും നമുക്കുണ്ടാവും. എന്നാൽ ദുആ ദുർബലമാണെങ്കിൽ ബലാ നമ്മളെ ബാധിക്കും. പക്ഷെ ആ ബാധിക്കുന്നതിന്റെ അളവ് കുറയും, കാരണം ഇയാൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട്. അത്രയും അധികം നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തൻ്റെ മുന്നിൽ വളരെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തൻ്റെ ജീവിതത്തിലെ അബദ്ധങ്ങളുടെ പേരിലും തൻ്റെ മാനസികാവസ്ഥയുടെ പേരിലും വിഷമിച്ചു വന്ന ആളോട് താങ്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൈകൾ ഉയർത്തിയിട്ട് താങ്കളുടെ പരാതികൾ, താങ്കളുടെ വിഷമങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ പരിഹാരമുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം. വിശ്വാസിയുടെ ആയുധമാണ്. ഫലസ്തീനികളുടെ കയ്യിൽ ആയുധമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. പക്ഷെ അവരുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ അവർക്ക് തിരിച്ചടിക്കാൻ പറ്റിക്കൊണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു വഴികളായി കാരം തുറന്നു കൊടുക്കുക.
ചിലപ്പോൾ ശത്രുക്കളുടെ മറ്റു ആളുകളുടെ ഒരു ആയുധപ്രയോഗം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ആയുധപ്രയോഗം ഉണ്ടായിക്കൊള്ളുന്നില്ല, മറ്റു വഴിക്കായിരിക്കും ഉണ്ടാവുക. അപ്പൊ ബദറിൽ മലക്കുകൾ ഇറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചത് അല്ലേ? മറിയം ബീവിക്ക് ഭക്ഷണം ഇറക്കി കൊടുക്കുകയാണ് പടച്ചോൻ ചെയ്തത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് ചെയ്തത്. എവിടുന്ന്? തൊട്ടിൽ വെച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വഴിയാണ് സ്വീകരിക്കാന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കൂല. ചിലപ്പോൾ അവരിൽ നിന്ന് തന്നെ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ പടച്ചോന് പറ്റും. ഇപ്പൊ യഅജൂജ് മഅജൂജ് എല്ലാ കുന്നുകളിൽ നിന്ന് അവർ ഇറങ്ങി വരും. ഒരു മുന്നിൽ നടന്ന ആളുകൾ പുഴയിലെ വെള്ളം കുടിച്ചു തീർത്തിട്ട് ബാക്കിലുള്ള ആൾക്കാർ പറയും ഇവിടെ പുഴ ഉണ്ടായിരുന്നു. ചാലിയാറൊക്കെ ക്രോസ് ചെയ്ത് പോയാൽ ചാലിയാർത്തെ വെള്ളം കുടിച്ചു തീർത്തുണ്ടാവും മുന്നിൽ പോയ ആൾക്കാർ. അത്രയും എണ്ണപ്പെരുപ്പമുണ്ട്, അത്രയും മല്ലന്മാരാണ് അവർ. കണ്ണ് കണ്ട മുഴുവൻ ആൾക്കാരെ കൊന്നൊടുക്കും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന പ്രകാരം ഒരു ബെല്ലമർത്തുമ്പോൾ എല്ലാവരും മരിക്കണ പോലെ ഒറ്റ സ്പോട്ടിൽ ഒറ്റയടിക്കണം മരിക്കും. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു യഅജൂജ് മഅജൂജിനെ നശിപ്പിക്കാൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടെയുള്ള അല്പം വിശ്വാസികളും ആയുധമെടുത്ത് പോരാടുക എന്നുള്ള അല്ല അള്ളാഹ് കണ്ട വഴി. മറിച്ച് ഒറ്റ നിമിഷം കൊണ്ടൊക്കെ ക്ലോസ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ വഴികൾ നമുക്ക് ഒരുപക്ഷെ അറിഞ്ഞോളുന്നില്ല. നമ്മൾ അള്ളാഹുവിന്റെ കഴിവിൽ വിശ്വസിച്ച് അവനോട് ചോദിച്ചാൽ ഫലമുണ്ടാകുമെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ഇപ്പൊ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ കുറിച്ച് നമുക്ക് ആദികളുണ്ട് അല്ലേ? ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആധികളുണ്ട്. നമ്മുടെ ബിസിനസ് ഏരിയയിൽ ബമ്പം ഇടിവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല മേഖലകളിലും. അതുമായി ബന്ധപ്പെട്ട ആധികളുണ്ട്. നമ്മുടെ ജനറേഷന്റെ പുതിയ തലമുറയുടെ നമ്മുടെ മക്കളുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആധികളുണ്ട് അല്ലേ? ഈ ആധികളൊക്കെ നമുക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പറയാം. രാജ്യത്തിന്റെ അധികാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അട്ടിമറിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിക്കൊള്ളണമെന്നില്ല കാര്യങ്ങൾ നടക്കുക. ഇപ്പൊ തന്നെ എന്തെല്ലാം അല്ലെ അനുഭവങ്ങൾ ഉണ്ടായി. പല നിയമങ്ങളും കൊണ്ടുവന്ന് പക്ഷെ അതെല്ലാം എതിരാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവില് നമ്മൾ അങ്ങേയറ്റം ഉറപ്പിച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. നിങ്ങൾ പ്രാർത്ഥനയിൽ ദുർബലരാകരുത്. പ്രാർത്ഥനയിൽ ദുർബലരാകരുത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാതിരിക്കുക, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല, ഇങ്ങനെ പ്രാർത്ഥനയോടൊരു അപമതിപ്പ് ഒരിക്കലും നമുക്ക് ഉണ്ടാകരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമു ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മിൻഹും മസ്അലതഹു. ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് എല്ലാ മനുഷ്യന്മാരും പാടെ കൂടി, എല്ലാ ജിന്നുകളും പാടെ കൂടി, എന്നിട്ട് ഓലൊക്കെ കൂടെ പടച്ചവനോടും ചോദിക്കാൻ തുടങ്ങി. ഓരോരുത്തരുടെയും ചോദ്യത്തിന് നാം ഉത്തരം നൽകും. ഒരു ചെറിയ ഒരു പിന്നിന്റെ ഒരു സൂചിയുടെ അഗ്രഭാഗത്തിന്റെ അളവ് എത്രയാണോ അത്ര പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യന്മാർക്കൊക്കെ കൊടുത്തുകൊണ്ട് ഒരു കുറവും സംഭവിക്കൂല. അങ്ങനെ തരാൻ കഴിവുള്ള ആരാണ് ഇവിടെ ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖനിയാണ്. അൽ ഖനി എന്ന് പറഞ്ഞാൽ നാശം ഭയക്കാത്ത വിധം, നഷ്ടം ഭയക്കാത്ത വിധം ധന്യനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാന്റെ ധന്യത നീങ്ങിപ്പോണല്ല, നമ്മളത് നീങ്ങിപ്പോവും. കയ്യിൽ 500 ഉറുപ്പിക ഉണ്ടെങ്കിൽ താഴത്തിറങ്ങിയിട്ട് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് സാധനമാണുള്ളത്, 500 അയാളെ കയ്യിലായി അല്ലേ? അപ്പൊ നമ്മുടെ കയ്യിലൊക്കെ നീങ്ങിപ്പോവും. നമ്മുടെ അധികാരങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ നീങ്ങിപ്പോവും. നമ്മൾ ഇരുന്നിടത്ത് മറ്റുള്ളവർ കയറിയിരിക്കും. അതോടുകൂടെ നമ്മൾ ഫോർമർ പ്രസിഡന്റ് ഓഫ് ഡാഷ് അങ്ങനെയായി അല്ലേ? MLA, തോറ്റ MLA, മുൻ MLA, അങ്ങനെ 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 പോകും. അപ്പോൾ നമുക്ക് ഒരു സമയത്തുള്ളത് അടുത്ത സമയത്തുണ്ടല്ലോ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖനിയാണ്, ഒരിക്കലും നാശം ഭയക്കാത്ത പോലത്തെ. അതുകൊണ്ട് ശാന്തമായി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മുടെ മനസ്സ് തുറന്ന് നമ്മൾ പറയാനുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും വലിയ വഴി ഖുർആനിലെ പ്രാർത്ഥന, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ.
യാ റബ്ബ് എന്ന് പറയാതെ റബ്ബി എന്ന് ഡയറക്റ്റ് വിളിക്കുകയാണ് അവർ ചെയ്യുന്നത്. റബ്ബി എന്ന് വിളിക്കുമ്പോൾ എൻ്റെ പടച്ചോനെ എന്നുള്ളതാണ് വിളി. ഏറ്റവും നിയറസ്റ്റ് ആണത്, അല്ലെ? ഏറ്റവും അടുത്തുള്ളവനെ വിളിക്കുന്ന ഒരു വിളിയാണത്. റബ്ബി, എൻ്റെ പടച്ചോനെ, എന്നെ സൃഷ്ടിച്ച, എൻ്റെ ഉടമസ്ഥതയുള്ള, എൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാക്ഷാൽ എൻ്റെ രക്ഷിതാവേ. എനിക്കൊരു രക്ഷിതാവ് ഉണ്ട്, നെയിം ഓഫ് ഗാർഡിയൻ, ഫാദർ, മദർ, അല്ലേ, ഹസ്ബൻഡ്. അപ്പോൾ ഒരു ഭൗതികമായിട്ട് നമുക്കൊരു ഗാർഡിയനൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സംരക്ഷകനായിട്ടുള്ള ആള് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ആ സംരക്ഷകനോടുള്ള ആ വിളിയാണ് റബ്ബി എന്ന ആ ഒരു വിളി. അതുകൊണ്ട് തന്നെ ഖുർആനിലെ നിരവധി ആയത്തുകൾ നമുക്ക്, പ്രാർത്ഥനകൾ നമുക്ക് ആ ഒരു സ്ലാങ്ങിൽ കാണാൻ സാധിക്കും. റബ്ബി, റബ്ബന, അല്ലേ, അല്ലാഹുമ്മ. ആ ഒരു വിളി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടൂല. അല്ലാഹ് ആ വിളിക്ക് ഉത്തരം തരും. പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്, നമുക്ക് ആവശ്യം എന്താണ്, നമ്മുടെ വിഷമം എന്താണ്, അത് എടുത്തെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഒരു കുട്ടി മിസ്സായി പോകുമ്പോഴാണ് സങ്കടം ചില്ലറുന്നാവില്ല. നമ്മുടെ ഒരു കുട്ടി മിസ്സാകുമ്പോഴാണ് അതിൻ്റെ ഒരു വേദന നമുക്ക് കറക്റ്റ് മനസ്സിലാവുക, അല്ലെ? നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ കുട്ടി മിസ്സായാൽ തന്നെ നമുക്കതിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? യൂസുഫ് എന്ന സുമുഖനും സുന്ദരനുമായ ഒരു കുട്ടി എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ അന്തം വിട്ട മറുപടിയുമായിട്ട് 10 ഇക്കാക്കമാർ വരുമ്പോൾ ഒരു ബാപ്പന്റെ മനസ്സ് എത്രയധികം വേദനിച്ചിട്ടുണ്ടാവും. അതിലുപരി ഈ മക്കൾക്ക് അവനോട് അസൂയയുണ്ട് എന്നും കൂടെ അറിയുമ്പോൾ തീർത്തിട്ടുണ്ടാവും, തന്നെ ഉറപ്പിച്ചിട്ടുണ്ടാവും, അല്ലെ? ആ വേദന എങ്ങനെയാണ് പറയാൻ പറ്റുക? ആ വേദന എവിടെ കൊണ്ടുപോയിട്ടാണ് ഇതാക്കുക? ആ വേദന എങ്ങനെയാണ് നീക്കിട്ടുക? അപ്പൊ ഇന്നത്തെ കാലത്ത് ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാലത്ത് ഒരാൾ മിസ്സായി പോയി കഴിഞ്ഞാൽ അയാളുടെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാനും ഇതിനൊക്കെ സാധ്യതകളുള്ള കാലമാണെന്ന്, അല്ലേ? എന്നാൽ ഇതൊന്നുമില്ലാത്ത കാലത്തും കൂടെ ആവുമ്പോൾ യാക്കൂബ് നബി എത്ര വിഷമിച്ചിട്ടുണ്ടാവും. ആ വിഷമം നേരെ പടച്ചവനോട് എടുത്തു പറയണം. അപ്പൊ ശരിക്കും നമ്മൾ എന്താണ്, ഞാനിപ്പോൾ എന്താണ് അനുഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു അബദ്ധത്തിൻ്റെ വേദനയാണ് എന്നെ വേട്ടയാടുന്നെങ്കിൽ പടച്ചവൻ എനിക്ക് ഇന്ന 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 അവസ്ഥ ഉണ്ട്, അത് നിനക്കറിയാം. സക്കരിയ നബി എങ്ങനെയാണ് എടുത്ത് പ്രാർത്ഥിച്ചത്? ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. പടച്ചോനെ, എൻ്റെ അവസ്ഥ, എൻ്റെ പുറം മൊത്തം ദുർബലമാണ്, കാരണം എൻ്റെ മുടിയൊക്കെ നരച്ച് തൊലിയൊക്കെ ചുക്കിച്ചുള്ളി. ഇനി എൻ്റെ ഉള്ളിലാകട്ടെ എൻ്റെ എല്ലുകൾ ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. വംറഅതി ആഖിറ, എൻ്റെ പെണ്ണാകട്ടെ ഒരിക്കലും പ്രസവിക്കാത്ത വൃദ്ധയായ ഒരു പെണ്ണുമാണ്. പക്ഷേ വലമ്മക്കും ബിദുആഇക റബ്ബി ശഖിയ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരിക്കലും ദൗർഭാഗ്യം ബാധിച്ചിട്ടില്ല പടച്ചോനെ. അതുകൊണ്ട് നീ എനിക്ക് നിന്റെ പക്കൽ നിന്ന് നിനക്ക് തൃപ്തിപ്പെട്ട യാക്കൂബ് കുടുംബത്തിൻ്റെ ആ ഒരു പ്രവാചക പാരമ്പര്യം തുടർത്തിപ്പോരുന്ന നല്ല ഒരു കുട്ടിയെ തരുമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, പേരടക്കം വെച്ചിട്ടാണ് ഒരു കുട്ടിനാണ് കൊടുത്തത്. ലക്ഷണമൊത്ത ഒരു കുട്ടി, സ്നേഹമുള്ള, കാരുണ്യമുള്ള, തഖിയായ, മാതാപിതാക്കളോട് ബിർറ് ചെയ്യുന്ന, മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന. സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സിഫാത്തുകൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് ഒരു കുട്ടിയെ കൊടുത്തത്. എങ്ങനെയാ സക്കരിയ നബി പ്രാർത്ഥിച്ചത്? അള്ളാഹ്ക്ക് അറിയില്ലേ? അള്ളാഹ്ക്ക് ഇപ്പം എല്ലാം അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ ഇപ്പം എന്ത് പറയേണ്ട ആവശ്യം? തരുവാണെങ്കിൽ കൊണ്ടാ, അല്ലേ വേണ്ട? അങ്ങനെ നമ്മൾ എന്താണോ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ക്രൈസിസ്, പടച്ചോനെ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് ക്ലാസ്സിൽ ഇരുന്നിട്ട് മാത്സ് മനസ്സിലാണില്ല, അങ്ങനെ പ്രശ്നമല്ലേ? അതാണെങ്കിൽ അത് ഓപ്പണായിട്ട് പടച്ചവനോട് അങ്ങനെ തന്നെ പറയണം. എന്താണോ ഞമ്മക്ക്, പടപ്പുകളോട് പറയില്ലേ ആൾക്കാർ, ഞങ്ങളോട് മാത്രം പറയണം, നിങ്ങൾ ആരോടും പറയരുത്. നിങ്ങൾ പറയില്ല എന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ പറയാം. ആ ഉറപ്പണ് കൊടുക്കുന്നതോടുകൂടെ പിന്നെ ജീവിതത്തിൽ ഒരാളോടും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത മുഴുവൻ കാര്യങ്ങളും ഒരു മനുഷ്യനോട് തുറന്നു പറയാം. ഈ ഒരു മനുഷ്യനോട് തുറന്നു പറഞ്ഞാൽ അയാൾ കുറേയൊക്കെ കേൾക്കും, കുറേയൊക്കെ കോട്ട വിടും, കുറേയൊക്കെ മൂപ്പർക്ക് ഉറക്കം വരും, കുറേയൊക്കെ മൂപ്പർ സൊല്യൂഷൻ പറയും. ആ സൊല്യൂഷൻ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിക്കോണമെന്നില്ല. അങ്ങനെയാണ് പോകുന്നത്, അല്ലേ? പിന്നെ മൂപ്പർക്ക് ഫീസും കൊടുത്ത് ആൾക്കാർക്ക് മടങ്ങി പോവാം. എന്നിട്ട് ഈ മനുഷ്യന്മാരോട് ഈ പ്രശ്നങ്ങൾ പറയുന്ന ആൾക്കാർക്ക് പടച്ചവനെ ഓർമ്മയില്ലാത്ത അവസ്ഥയാണ്. മനുഷ്യന്മാരോട് പ്രശ്നങ്ങൾ അങ്ങനെ പറയും. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് അതിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ ഫ്രസ്ട്രേഷൻ തീരാൻ വേണ്ടി വേറെയുള്ള പ്രശ്നത്തിലാക്കുക.
മനസ്സിലല്ലേ? കടയിൽ നിന്ന് ബോസ് ചീത്ത പറഞ്ഞപ്പോൾ ബൈക്ക് എടുത്തിട്ട് ഇറങ്ങി റോട്ടിക്ക് അങ്ങോട്ടും വിട്ടൊരു വിട്. ആ റോഡ് ക്രോസ് ചെയ്യണ ഏതോ കുഞ്ഞാപ്പൂനെ കാൽമ കൂടെ കയറി വേറെത്തന്നെ കുത്തി തള്ളിയിട്ട് അപ്പുറത്ത് വേറത്തെ ഓട്ടോറിക്ഷൻ്റെ കണ്ണാടി പൊട്ടിച്ച്. ഇതിപ്പോൾ ഓനിപ്പോൾ ഒരു ചീത്തട്ടീന് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിനൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പടച്ചോനെ ബോധ്യപ്പെട്ട് പടച്ചോനോട് നമ്മുടെ കാര്യങ്ങൾ പറയാനും പടച്ചോനോട് നമ്മുടെ വിഷമങ്ങൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ പറയാനും ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്മാർ ആ ഒരു നിലക്ക് തന്നെ അവരുടെ അവസ്ഥകൾ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കൊടുക്കുകയാണ് അല്ലേ? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നീണ്ട 18 കൊല്ലമാണ് അദ്ദേഹം ക്ഷമിച്ചത്. എന്താ അറിയില്ല, മാറുന്നില്ല. കുറേ ആയി തലവേദന. അത്രേ 2 ആഴ്ചയായി പോയി. നമുക്ക് 2 ആഴ്ചയായപ്പോൾ തന്നെ ഭയങ്കര ദൈർഘ്യമാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര കൊല്ലം, പല ഇയേഴ്സ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒക്കെ വലിയ സംഖ്യയാണ്, ചെറുതൊന്നല്ല. അത്രയും കാലം രോഗമായി കിടന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് മിസ്സിംഗ് ആണ്. എല്ലാം മിസ്സിംഗ് ആണ്. ഫാമിലിയും സമ്പത്തും എല്ലാം മിസ്സിംഗ് ആണ്. ഈ വിഷമത്തിൽ നിന്നുകൊണ്ട് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് എന്താണ്? അയ്യൂബ ഇദ് നദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീ അർഹമുർ റഹീമീൻ ആണല്ലോ. എനിക്ക് വല്ലാത്ത വിഷമം, വല്ലാത്ത പ്രയാസം, ബുദ്ധിമുട്ട് എന്നെ ബാധിച്ചിരിക്കുന്നു പടച്ചോനെ, അതുകൊണ്ട് നീ ഇത് നീക്കി തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞ്? അയ്യൂബ് നബിയോട് കാലിൻ്റെ ചോട്ടിലൊന്ന് അല്ലേ ഒന്ന് കാലിട്ടിങ്ങനെ ഉരയ്ക്കാൻ പറഞ്ഞു. കാലിട്ടിങ്ങനെ ഒന്നിട്ട് ഉരച്ചപ്പോൾ അവിടുന്ന് ഉറവ നിർഗളിച്ച് ആ വെള്ളം എടുത്തിട്ട് കുടിക്കാനും അതുകൊണ്ട് കുളിക്കാനും ആവശ്യപ്പെട്ട് അയ്യൂബ് നബിയുടെ കോലം മാറി. ഭാര്യ വന്നിട്ട് ചോദിച്ചു, ഇവിടെ അയ്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു രോഗിയായൊരു മനുഷ്യണ്ടായിനെ കണ്ടിന്യൂ? ഞാൻ തന്നെയാണ്. അത്രയും വലിയ മാറ്റം. അയ്യൂബ് നബി എന്താ ചെയ്ത്? എന്താണോ തനിക്കുള്ള പ്രശ്നം, തൻ്റെ അവസ്ഥ, തൻ്റെ വേദന, തൻ്റെ വിഷമം, അത് അങ്ങനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എടുത്തു പറയാണ്. അള്ളാഹ് എല്ലാം അറിയണമെന്ന് തന്നെയാണ്. പക്ഷേ നമ്മളത് എടുത്തു പറയുമ്പോൾ അതിനൊരു പ്രത്യേക മഹാത്മ്യം ഉണ്ട് തന്നെയാണ്. നമുക്ക് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസ്ഥ എന്താണ്? ഒരാൾ ഒരു കുട്ടി കുളത്ത് പോയി കയറാൻ തന്നെ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ നോക്കാണ്ടാവില്ലല്ലേ എന്താ അവസ്ഥ എന്ന് പറയും. ഇന്നതൊരു പുഴയിലാണെങ്കിലോ എവിടെ പോയിട്ടപ്പോൾ തരിക? വാഴക്കാട് പാലത്തിൻ്റെ അവിടെ ഉണ്ടോ നോക്കേണ്ടി വരും. നിലമ്പൂരിൽ നിന്നൊക്കെ പോയാൽ അങ്ങനെ പറയാം, ഇടവണ്ണന്നൊക്കെ പോയാലേ വാഴക്കാട് ബ്രിഡ്ജിൻ്റെ അവിടെ കിട്ടിയറിയും. അവിടെ നിന്നൊന്നും തിരഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ അതൊരു കടലിലാവുമ്പോഴോ എന്ത് പ്രതീക്ഷയാണ് അവിടെ ഉള്ളത്? യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമെ മത്സ്യം വിഴുങ്ങിയിട്ട് ആ മത്സ്യത്തിൻ്റെ ഇരുട്ടകത്ത് നിന്ന് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് അല്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പടച്ചോനെ, എൻ്റെ ഭാഗത്ത് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് റബ്ബേ, അതുകൊണ്ട് നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഈ ഒരു പ്രയാസത്തെ നീക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫനബദ്നാഹു അല്ലേ, അദ്ദേഹത്തെ നാം പുറത്ത് കൊണ്ടുപോയി മീന് തുപ്പി എന്നല്ല പറഞ്ഞത്, നാം അദ്ദേഹത്തെ കരക്കിൽ കൊണ്ടുപോയി തട്ടി എന്ന് പറഞ്ഞു. സമുദ്രത്തിൻ്റെ കരയിൽ കൊണ്ടുപോയിട്ട് നാമാണ് അദ്ദേഹത്തെ ഇതാക്കിയത്. ഒരു പക്ഷിക്കുഞ്ഞു പോലെ ശരീരത്തിൽ രോമങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത്. അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിവിധി ഉണ്ടാക്കി കൊടുത്ത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സമുദ്രത്തിൻ്റെ ആഴിയെന്ന് അല്ലേ, നമുക്കിപ്പോൾ ഒരു അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞമ്മക്കിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊന്നും അതിശയോക്തിയോ ആശ്ചര്യമോ ഉണ്ടാവില്ല എന്നൊന്നും നമ്മൾ വിചാരിച്ചൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് വിധത്തിലാണ് ഒരു മനുഷ്യനെ രക്ഷിക്കാനും സഹായിക്കാനും മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് നമുക്കാർക്കും അറിയാം. കാരണം അള്ളാന്റെ കയ്യിലല്ല കൺട്രോൾ മൊത്തം. ഈ കൺട്രോൾ മൊത്തമുള്ള ഒരാളുടെ കഴിവിനെ കുറിച്ച് നമ്മൾ എങ്ങനെ നിരാശപ്പെടും? ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളെ കുറിച്ച് നമ്മളെങ്ങനെ നിരാശപ്പെടുക? അത് ഇനിയിപ്പോൾ നടക്കൂലേ? ക്യാൻസർ 4th സ്റ്റേജിലാണ്, ഇനിയിപ്പോൾ മരിച്ചോളം അങ്ങനെ കൊണ്ടെടുക്കുക എന്നാണ് നമ്മൾ നമ്മുടെ മെഡിക്കൽ നോളജ് വെച്ചിട്ട് പറയാം. പക്ഷെ അതിൻ്റെ മുകളിലല്ലേ പടച്ചോന് അല്ലേ? രക്തക്കുഴലുകൾ സൃഷ്ടിച്ച് അതിലേക്കുള്ള രക്തങ്ങൾ പമ്പ് ചെയ്ത് അതിലൂടെ കടന്നു പോകുന്ന ഓരോ ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിയുന്നവനല്ലേ പടച്ചോന്. അപ്പൊ ആ പടച്ചോന്റെ കുതിരത്തിൽ, ആ പടച്ചോന്റെ കഴിവിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. നമുക്കൊന്നും അറിയാത്ത ഏതെങ്കിലും ഒക്കെ ഒരു വഴിക്ക് 3 പേര് ഗുഹയിൽ അകപ്പെട്ടിട്ട് പാറങ്ങനെ നീങ്ങല്ലേ അല്ലേ,
പാറങ്ങനെ നീങ്ങൽ. ഇതിൽ ആർക്കാണ് ആശ്ചര്യമുള്ളത്? എന്താണ് ഇതിൽ ആശ്ചര്യപ്പെടാനുള്ളത്? അങ്ങനെയൊക്കെ സംഭവിക്കുക. എന്ത് ലോജിക്കാണ് നിങ്ങൾ ഈ പറയുന്ന കഥയിലുള്ളത് എന്നൊക്കെ പറയും ചില ആൾക്കാർ. ഒരു തൂണുകളുമില്ലാതെ വിശാലമായ ആകാശം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? എന്ത് ലോജിക്ക് അതിന്റെ ബിഹൈൻഡിലുള്ളത്? ഗ്രാവിറ്റി, ഭൂമിയുടെ ഗ്രാവിറ്റി അത് കണ്ടെത്തിയവരും അതിന്റെ ശാസ്ത്രം പറഞ്ഞവരും അതിന്റെ മറ്റു സൈഡുകൾ പറഞ്ഞവരൊക്കെ ഉണ്ട് അല്ലെ. പക്ഷെ അതിനുണ്ടാക്കിയ പഠിച്ചവനല്ലേ. ചന്ദ്രനിൽ പോയിട്ട് ഒരു ബസ് ഇങ്ങനെ ഇട്ടാലും ഒരു മാങ്ങ ഇങ്ങനെ ഇട്ടാലും ഒരേ ഫോഴ്സിലാണ് വരിക. പക്ഷെ ഇവിടുന്ന് അങ്ങനെയല്ല അല്ലേ. മാത്രവുമല്ല, ഇവിടെ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് സാധനങ്ങൾ ഇങ്ങനെ ഉയർത്താൻ പറ്റുന്നതും താഴ്ത്താൻ പറ്റുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാനും കൊണ്ടെടുക്കാനൊക്കെ പറ്റുന്നതും ഈ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ്. ഓരോന്നിനും തൂക്കവും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നതും അതുകൊണ്ടാണ്. ഇത് എങ്ങനെയാണ്? ഇത് ആരുണ്ടാക്കിയതാണ്? ശാസ്ത്രീയമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയാലോ. ആരാണ് ഇതിന്റെ ക്രിയേറ്റർ? അതുണ്ടാക്കിയവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന് പറ്റാത്ത കാര്യമുള്ളത്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ ടൈപ്പ് വെള്ളത്തെയും ആകാശത്തേക്ക് ബാഷ്പീകരിച്ചിട്ട് മഴ പെയ്യുമ്പോൾ കറുത്ത വെള്ളം ഉണ്ടാവും. അരയെടുത്ത് പാലത്തിന് ചുവട്ടത്ത് കറുത്ത വെള്ളം ആകാശത്തേക്ക് പൊങ്ങിയിട്ടുണ്ടാവില്ലേ? ഈ അറബിക്കടലിലെ ഉപ്പ് ജലം ആകാശത്തേക്ക് പൊങ്ങിയിട്ടുണ്ടാവില്ലേ? അള്ള ഖുർആനിൽ പറഞ്ഞ അങ്ങനെയാണ്. അള്ളാനെ മനസ്സിലാക്കാതെ പലതും പറയുന്ന ആൾക്കാരോട് അള്ള ചോദിച്ച് അഫറഅയ്തും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിന്റെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീജം ഉണ്ടാക്കിയാണോ? ആ ബീജത്തെ മാതാവിന്റെ അണ്ടവുമായിട്ട് ചേർത്തിട്ട് ഒരു കുട്ടിയാക്കി വെച്ചാണോ? നമ്മളെ ബോഡിയിലാണല്ലോ ഈ ബീജം കിടക്കണത് അല്ലെ. കുട്ടിയെ ഉൽപ്പാദിപ്പിക്കാനുള്ള ബീജം കിടക്കണം നമ്മുടെ ശരീരത്തിലുള്ളത് അല്ലെ. അണ്ടമുള്ളത് മാതാവിന്റെ ശരീരത്തിലുള്ളത്. ഈ അണ്ടവും ബീജവും നമ്മൾ ഉണ്ടാക്കിയ അത് ഉണ്ടാക്കിയ ഞാനാണ്. അള്ള പറയാണ് അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നീയാണോ കാർമേഘങ്ങളിൽ നിന്ന് അതിനെ ഇറക്കിയതല്ല നാം ആണോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ ഉപ്പുജലമാക്കുമായിരുന്നു. ഇതിനെ വെള്ളത്തെ ഫലൗലാ തശ്കുറൂൻ. അതുകൊണ്ട് നന്ദി കാണിച്ചോന്ന്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കൂട്ടലുകൾക്ക് അപ്പുറത്താണ്. നമ്മുടെ ശാസ്ത്രീയ ബോധം, നമ്മുടെ മെഡിക്കൽ ബോധം, നമ്മുടെ ഭാഷാ പരിജ്ഞാനം, നമ്മുടെ സാഹിത്യത്തിലുള്ള അതുപോലെ തന്നെ അദബിലുള്ള നമ്മുടെ മറ്റു വൈജ്ഞാനിക ലോകത്തുള്ള നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ചിന്താ ഗവേഷണ കഴിവുകൾ, അതിനൊക്കെ അപ്പുറത്താണ് പടച്ചോൻ. നമുക്ക് പടച്ചോൻ തന്ന തലച്ചോറുകൊണ്ട് ചിന്തിക്കാനേ പറ്റുള്ളൂ. ഈ തലച്ചോറിനുണ്ടാക്കിയാലാണ് പടച്ചോൻ. മനസ്സിലായില്ലേ? ഈ നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്ന തലച്ചോറുണ്ടാക്കിയാലാണ് പടച്ചോൻ. അപ്പൊ ഓൻ എത്ര ഇതിന്റെയൊക്കെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സമർപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് സമുദ്രത്തിന്റെ ആഴിയിൽ നിന്ന് പോലും ഇപ്പൊ വയനാട് ദുരന്തം ഉണ്ടായി 4-5 ദിവസങ്ങൾക്ക് ശേഷം ആ തകർന്നടിഞ്ഞ വീടിനകത്തുനിന്ന് ചില ജീവനുകൾ രക്ഷപ്പെട്ടില്ലേ? ഇത് ഈ തകർന്നടിഞ്ഞ് നോക്കിയിട്ട് ആൾക്കാരെന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഒക്കെ മരിച്ചിട്ടുണ്ടാവും, ഒറ്റൊന്നും ബാക്കി ഉണ്ടാവില്ല, എല്ലാം മണ്ണിനടിപ്പെട്ടുണ്ടാവില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ആ തകർന്നടിഞ്ഞ വീടുകൾക്കകത്ത് ജീവന്റെ തുടിപ്പ് പടച്ചോ നിലനിർത്തിയതാണ് അല്ലെ. പടച്ചോ നിലനിർത്തിയതാണ്. അതുകൊണ്ട് പടച്ചോൻ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് എങ്ങനെയും ചെയ്യാം. അള്ളാഹ്ക്ക് എല്ലാം എളുപ്പമാണ്. നമുക്കെല്ലാം ബുദ്ധിമുട്ട്, അള്ളാഹ് സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. യൂസുഫിനെ കണ്ടുകൊണ്ടേയിട്ട് നാച്ചുറലി എന്താ സംഭവിക്കുക? അവിടെ കിടന്ന കുട്ടി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മരിക്കും. പക്ഷെ പടച്ചോൻ അങ്ങോട്ടൊരു യാത്രാ സംഘത്തെ പറഞ്ഞയച്ചു. പൊട്ട കിണറ്റിൽ ആരെങ്കിലും ബക്കറ്റ് ഇറക്കുമോ? പടച്ചോൻ ഓലം മൈൻഡില് അങ്ങനെ ചെയ്യിക്കാൻ തോന്നിച്ച് അവരെ ബക്കറ്റ് ഇറക്കി കുട്ടി ഇത് കയറി പിടിച്ചു നിന്ന്. പിന്നെ ആ കുട്ടിയെ കൊണ്ടുപോയാൽ മാർക്കറ്റ് കൊണ്ടുപോയിട്ട് വിറ്റാൽ എന്താ സംഭവിക്കുക? ഏതെങ്കിലുമൊക്കെ ആളുകൾ ആ കുട്ടിയെ ഫിസിക്കലി അതുപോലെ തന്നെ മെന്റലി എല്ലാ നിലക്കും അവനെ ടോർച്ചർ ചെയ്ത് മാക്സിമം യൂസ് ചെയ്ത് അടിമപ്പണി ചെയ്യിച്ചിട്ട് കഷ്ടപ്പെടുത്തല്ല ചെയ്യുക. സുമുഖനും സുന്ദരനുമായ യൂസുഫിനെ മാർക്കറ്റ് കൊണ്ടുവച്ചപ്പോൾ പടച്ചോൻ അധികാരി വർഗത്തെയാണ് വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് വിട്ടേ. എന്നൊക്കെ പടച്ചോന്റെ കയ്യൊപ്പാണ്.
എന്റെ ദുഃഖവും എന്റെ വിഷമവും എല്ലാം പടച്ചോനെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞുപോയി. പടച്ചോനോട് ഏറ്റെടുത്ത ആ കുട്ടിന്റെ കാര്യം, ബാപ്പന്റെ പ്രാർത്ഥന പടച്ചോനോട് ഏറ്റെടുത്തിട്ട് ആ കുട്ടിനെ പരിപാലിച്ച് നേരെ കൊണ്ടുപോയിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് രാജകീയമായ ജീവിതം. അതാണ് പ്രാർത്ഥനയുടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ. യാക്കൂബ് നബിക്ക് അറിയോ എന്റെ മകൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന്? പക്ഷെ യാക്കൂബ് നബി അള്ളഹാനോട് പറയണേ അല്ലേ? യാക്കൂബ് നബി അള്ളഹാനോട് പറയണേ. അള്ളാഹ് അതിന്റെ പണിയപ്പുറത്ത് എടുക്കുന്നുണ്ട്. പിന്നെ വർഷങ്ങൾക്ക് ഇപ്പുറം യൂസുഫിന്റെ കുപ്പായം മുഖത്ത് കൊണ്ടുപോയി ഇട്ടുകൊടുത്തപ്പോഴാണ് പറഞ്ഞത്, ഞാൻ യൂസുഫിന്റെ സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട് ഈ ഡ്രസ്സിലൂടെ. വർഷങ്ങൾ ക്ഷമിച്ചിട്ട് യൂസുഫിനെ ജീവനോടെ കാണുകയാണ് ബാപ്പ. അതാണ് പ്രാർത്ഥനയുടെ ഇമ്പാക്ട്. നമുക്ക് ഇത് തിരക്കല്ലേ. എൻ്റെ അമ്മയാണ് ഇപ്പൊ പറഞ്ഞ മാതിരി. ഇപ്പൊ ഷോർട്സിന്റെ റീൽസിന്റെയും കാലമായതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് പരിപാടി ആയിരുന്നു. ഞാൻ അപ്പൊ ചോദിച്ചു ഇവിടുന്ന് ഇറങ്ങണതിന് മുമ്പ് തന്നോളൂ. അതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് അല്ലെ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളി, നിങ്ങൾ ധൃതി കാണിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്ത് ധൃതി കാണിക്കുക പറഞ്ഞാല് പ്രാർത്ഥിച്ചിട്ട് കുറേ പ്രാർത്ഥിച്ചു, ഇപ്പോഴും പ്രാർത്ഥിച്ചു വരികയാണ്, എവിടെ കിട്ടുന്നത് അല്ലേ? അങ്ങനെ വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ഉത്തരം കിട്ടൂല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയെ ദുർബലത കാണിക്കാതെ അള്ളാഹുവിന്റെ കരുത്തിലും കഴിവിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എല്ലാ സമയത്തും ഐശ്വര്യത്തിലും പ്രയാസത്തിലും ഒക്കെ പ്രാർത്ഥിക്കാം, സന്തോഷത്തിലും ദുഃഖത്തിലും പ്രാർത്ഥിക്കാം, വിനയത്തോട് താഴ്മയോടെ പ്രാർത്ഥിക്കാം. അങ്ങേറ്റത്തെ വിനയത്തോടെയും താഴ്മയോടെയും മനസ്സാന്നിധ്യത്തോടെയും. ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്തഗ്ഫിറുല്ലാഹ്. എന്താണത്? അങ്ങനെ ഒരു ഹോബിയായിട്ട് മാറി അല്ലേ? അതങ്ങനെ ഹോബിയായിട്ട് മാറി. അതൊരു മനസ്സാന്നിധ്യത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നുമല്ല. ഈ അലക്ഷ്യമായിട്ട് അശ്രദ്ധമായിട്ടുള്ള പ്രാർത്ഥനക്ക് ഉത്തരല്ല. അതുകൊണ്ട് മനസ്സാന്നിധ്യത്തോടെ. ഇപ്പൊ നിസ്കാരത്തിലൊക്കെ അതിനെ പ്രശ്നം. നിസ്കാരത്തിൽ സുജൂദ് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം, 2 ഇരുത്തത്തിനിടയിലുള്ള അർത്ഥം അല്ലെ? കൈകെട്ടി വെച്ച് അല്ലാഹുമ്മ ബൈദ് ബൈനി അല്ലെ വജ്ജഹ്തു വജ്ഹിയ, അതൊക്കെ ഇങ്ങനെ നമ്മൾ ചൊല്ലിപ്പടിച്ചതുകൊണ്ട് അതങ്ങനെ ആസ് യൂഷ്വൽ നമ്മൾ അങ്ങനെ വരികയാണ് പാട്ടുകാരന്മാര് അല്ലേ? അപ്പൊ അതൊക്കെ ബോധപൂർവം അർത്ഥം മനസ്സിലാക്കി ചോദിക്കുന്നത് എന്താണെന്ന് ബോധ്യപ്പെട്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അല്ലേ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ ഹദിക വവഅദിക മസ്തതഅതു അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തി വാഴ്ത്തി എന്നിട്ട് അവനവൻ ചെയ്ത തെറ്റുകൾ അതുപോലെ തന്നെ എടുത്തു പറഞ്ഞ് അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് എന്താണോ ആവശ്യമുള്ളത് അത് ആവർത്തിച്ച് ചോദിക്കും. അള്ളാഹനെ സ്തുതിച്ചും സ്മരിച്ചും റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലിയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയവും സന്ദർഭവും പ്രാർത്ഥനകളും ഉപയോഗപ്പെടുത്തി. യാ ഹയ്യ് യാ ഖയ്യൂം അള്ളാന്റെ 2 പേരാണ്, ഇസ്മുല്ലാഹിൽ അഅ്ളം. ഇദാ ദുഇയ ബിഹി അജാബ് വ ഇദാ സുഇല ബിഹി അതാ. അള്ളാന്റെ 2 നാമങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചാൽ ചോദിച്ചത് നൽകപ്പെടും, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. ഏതാണത്? ഹയ്യും ഖയ്യൂമുമാണെന്നാണ് പണ്ഡിതന്മാരുടെ ഭൂരിഭാഗം അഭിപ്രായം. വേറെ കുറെ പേരുകൾ ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ജലാലു വൽ ഇക്റാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ കുറെ പേരുകൾ. ഏറ്റവും പ്രബലമായിട്ടുള്ളത് ഹയ്യും ഖയ്യൂമുമാണ്. 3 സൂറത്തിൽ അതുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ 3 സൂറത്തിലും ഹയ്യും ഖയ്യൂമാണ് എടുത്തു പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു കൊടുത്ത സഹായങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, ഏത് അയ്യൂബ് നബിയുടെ രോഗം മാറ്റിയ പടച്ചോനെ, സക്കരിയ നബിക്കും ഇബ്രാഹിം നബിക്കും വാർദ്ധക്യത്തിൽ മക്കളെ കൊടുത്ത പടച്ചോനെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയ പടച്ചോനെ, അള്ളാഹുവിന്റെ പ്രവൃത്തികൾ എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ റഹ്മാനും റഹീമുമായവനെ ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ മിർ റഹ്മതി അമ്മൻ സിവാക്, മറ്റൊരാളുടെയും റഹ്മത്ത് ആവശ്യമില്ലാത്ത വിധം നിന്റെ റഹ്മത്ത് കൊണ്ട് തന്നെ നീ എൻ്റെ പ്രയാസങ്ങൾ നീക്കി തരണമേ. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് പ്രാർത്ഥനക്ക് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ചോദിച്ച്. ഇപ്പൊ നോക്കി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാണ്.
എവിടേക്കാണ്, എങ്ങോട്ടാണ്, ആരാണ്, ഭാവി എന്താകും, ഇതൊന്നും അറിയില്ല. ശൂന്യമാണ് മുമ്പിൽ. അങ്ങനെ കുറേ പോയപ്പോഴാണ് ആ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്ന ആട്ടിടയന്മാരെ കാണുന്നതും 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നതും ഒക്കെ കണ്ടത്. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ ആവശ്യം? അപ്പോൾ പറഞ്ഞു, പുരുഷന്മാർ വെള്ളം കൊടുത്തിട്ട് ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റും. അപ്പോൾ മൂസാ അലൈഹിസ്സലാം, ഞാൻ തന്നെ ഇവിടെ നമ്മളെ മലയാളത്തിൽ തലീ കത്തുമ്പോൾ മലീ കത്തുന്ന പരിപാടി അല്ലേ, ഞാൻ തന്നെ ആകെ പ്രശ്നം, നിങ്ങൾക്ക് ആടുകൾക്ക് വെള്ളമില്ലായിട്ടാ എന്ന് പറയാതെ സ്വന്തം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരാളെ സഹായിക്കാൻ മനസ്സ് കാണിക്കുകയാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. വെള്ളം കോരി കൊടുത്തു. എന്നിട്ട് മാറി നിന്ന് ഒരു വൃക്ഷത്തിന് ചുവട്ടിലിരുന്നിട്ട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ നീ എനിക്ക് എന്ത് ഖൈർ ഇറക്കി തന്നാലും ഞാൻ അതിന് ആവശ്യക്കാരനാണ് പടച്ചോനെ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് എന്താന്ന് ഒരു ഐഡിയ ഇല്ല. നീ എന്തിറക്കി തന്നാലും ഞാൻ അതിനൊക്കെ ആവശ്യക്കാരനാണ്. സേഫ്റ്റി വേണം, ഫുഡ് വേണം, താമസം വേണം, ഒക്കെ വേണം. ഒന്നും എൻ്റെ അടുത്തില്ല. ബിഗ് സീറോ ആണ്. ബിഗ് സീറോയിൽ നിന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചോനോട് പറയാണ്, പടച്ചോനെ അന്നെയാണ് ഏൽപ്പിക്കുക, എന്തിറക്കി തന്നാൽ എനിക്ക് ആവശ്യമുണ്ട്. എന്താ സംഭവിക്കണേ? ലജ്ജാവതിയായിക്കൊണ്ട് ആ 2 പെൺകുട്ടികളിൽ ഒരുത്തി വന്ന് ഉപ്പ വിളിക്കുന്നു പ്രതിഫലം തരാൻ. അല്ലേ? മൂസാ നബി മുന്നിലും ആ പെൺകുട്ടി ബാക്കിലുമായിട്ട് നടന്നുപോയി. 10 കൊല്ലം സുരക്ഷിതമായി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ താമസിച്ചു. അദ്ദേഹത്തിന് കുടുംബമായി. അല്ലേ? എല്ലാ ഖൈറിന്റെയും ഡോറ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തുറന്നു കൊടുക്കുക. എല്ലാ നബിമാരുടെയും കഥ അങ്ങനെയാണ്. എല്ലാ പ്രവാചകന്മാരുടെയും കഥ അങ്ങനെയാണ്. പ്രതികൂല സാഹചര്യത്തിലും അവർ അള്ളാഹിനെ ഏൽപ്പിച്ച് അള്ളാഹിനോട് സഹായം തേടി. അസ്ഹാബുൽ കഹ്ഫ് എന്താ ചെയ്ത്? അസ്ഹാബുൽ കഹ്ഫ് വഇദി അതസൽതുമൂഹും വമാ യഅബുദൂന ഇല്ലല്ലാഹ് ഫഅൂ ഇലൽ കഹ്ഫി യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖാ. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ബഹുദൈവ ആരാധകരെയും അവരുടെ ആരാധ്യ വസ്തുക്കളെയും വെടിഞ്ഞതുകൊണ്ട് ഗുഹയിൽ അഭയം പ്രാപിച്ചോളി. പടച്ചോന്റെ വഴി കാണിച്ചു. അല്ലേ? റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. അസ്ഹാബുൽ കഹ്ഫ് പ്രാർത്ഥിച്ചു. അടുത്ത ആയത്ത് എന്താ? ഫദറബ്ന അലാ ആദാനിഹിം. ഡീപ്പ് സ്ലീപ്പ്. അതാണ് ദറബ അലാ ആദാനി എന്നാൽ അവർക്ക് ഒരു അവരുടെ കാതുകളെ അടച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാഢമായ ഉറക്കം അവർക്ക് കൊടുത്തു. ഫദറബ്ന എന്താ പറയുക? പ്രാർത്ഥിച്ച ഉടനെ എന്നർത്ഥം. ഫദറബ്ന അയ്യൂബ് നബിയുടേതും നൂഹ് നബിയുടേതും യൂനുസ് നബിയുടേതും എല്ലാ നബിയുടെ ചരിത്രം പറഞ്ഞ ശേഷം അല്ലാഹ് പറയും ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി. നൂഹ് നബി പ്രാർത്ഥിച്ച ഉടനെ ഫസ്തജബ്നാ ലഹു അദ്ദേഹത്തിന് നാം ഉത്തരം കൊടുത്തു. മനസ്സിലായോ? യൂനുസ് നബി പ്രാർത്ഥിച്ചു, ഉടനെ നാം അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉത്തരം തരും. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണ് എടുത്ത് പ്രാർത്ഥിച്ചത്. ഈ ഖുർആനിലെ പ്രാർത്ഥനകളൊക്കെ വെറും പ്രാർത്ഥന പിടിച്ചാലല്ല. പ്രാർത്ഥനയിൽ അതിൻ്റെ ഒരു മെത്തേഡ് കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണം, അതാണ് റബ്ബി, എൻ്റെ റബ്ബേ എന്ന ആ ഒരു വിളി. പിന്നെ അവർ കാണിച്ച ആ ഒരു താഴ്മ, അവർ കാണിച്ചവരുടെ ആവശ്യം ചോദിക്കുന്നതിൻ്റെ ഒരു ശൈലി, അവരുടെ പക്കൽ സംഭവിച്ച കുറ്റം ഏറ്റുപറയുന്നതിൻ്റെ രീതി. അല്ലേ? വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ആദം നബി എന്താ പ്രാർത്ഥിച്ചത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹം. ന്യായീകരിക്കല്ല ചെയ്ത്, എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് പഠിച്ചോനെ ഞാൻ അങ്ങനെ ആയത്. അങ്ങനെ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കല്ല പഠിച്ചോ. എനിക്ക് തെറ്റു പറ്റിപ്പോയി. ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അള്ളാന്റെ പെർമിഷൻ കിട്ടാതെ നാട്ടിൽ നിന്ന് പോകുന്നത് ഇന്റെ പക്കൽ സംഭവിച്ച കുറ്റം തന്നെയാണ് യൂനുസ് നബി അലൈഹി സ്വലം ഏറ്റു പറഞ്ഞു. അതുകൊണ്ട് ആ ഒരു നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കാം. ഇപ്പൊ ഈ അത്താഴത്തിന്റെ സമയം ഒരു 15 മിനിറ്റെങ്കിലും കിട്ടിയാൽ വളരെ വലിയ കാര്യമാണ്. ഞാനൊരു ക്ലാസ്സിൽ 15 മിനിറ്റ് പറഞ്ഞപ്പോൾ അങ്ങനെ ചുരുക്കല്ലി പറഞ്ഞ ഒരാൾ, മുമ്പ് സ്ഥിരം നേരത്തെ എണീക്കുന്ന ആളാണ്. പക്ഷെ തീരെ എണീക്കാത്ത ആൾക്കാരോട് നമ്മൾ ആറ്റോമിക് ഹാബിറ്റാണ് ആദ്യം പറയാം, കുറച്ച് പിന്നെ ഇങ്ങനെ നീട്ടി പോയിക്കോട്ടെ. ആദ്യം ഒരു 15 മിനിറ്റിൽ നേരത്തെ നീച്ചിട്ട് ഓരോരുത്തർ 2 റക്അത്ത് നിസ്കരിച്ചാൽ പറ്റിയാൽ നിലക്ക് പറഞ്ഞാണ്. അപ്പോൾ ഒരു സുബഹിൻ്റെ മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് എണീറ്റ്
വിത്തറെങ്കിലും നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയാൽ വലിയ കാര്യമാണ്. കാരണം അള്ളാഹ് ഒന്നാം ആകാശത്തിലാണ്. ഒന്നാം ആകാശത്തിൽ നിന്ന് അള്ളാഹ് പറയുന്ന കാര്യം തരോ, മയ്യദ്ഊനി ഫഅസ്തജീബ ലഹ് മയ്യസ്അലുനി ഫഅതിയഹു വമയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹ്. ആരാണോ എന്നോട് പ്രാർത്ഥിക്കാനുള്ളത് ഞാൻ ഉത്തരം കൊടുക്കും. ആരാണോ എന്നോട് ചോദിക്കാനുള്ളത് ഞാൻ അവൻ ചോദിക്കുന്നത് കൊടുക്കും. ആരാണോ എന്നോട് പാപമോചനം തേടുന്നത് അവൻ്റെ പാപം ഞാൻ പുറത്തു കൊടുക്കും. എപ്പോ? എല്ലാ ദിവസവും കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും സമാഉദ്ദുന്യയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൻ്റെ കാര്യങ്ങൾ പരമാവധി അല്ലേ, നമ്മുടെ ലൈഫ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. നമുക്ക് നമ്മുടെ ലൈഫ് മാക്സിമം എന്തൊക്കെയാണോ നമുക്ക് നേടാൻ പറ്റുക അത് നമ്മൾ നേടണം അല്ലേ. യു മസ്റ്റ് മേക്ക് എ ഗോൾ അല്ലേ. ആദ്യം നീ കുറച്ച് ഗോൾസ് സെറ്റ് ചെയ്യണം, പിന്നെ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, എന്നിട്ട് ആരെയും നോക്കാതെ നീ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങണം. പല വഴിയിൽ നിന്നും നിനക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, ഡിസ്റ്റർബൻസ് ഉണ്ടാവും, പലരുടെയും കമൻസ് ഉണ്ടാവും. അതൊന്നും നീ പരിഗണിക്കരുത്. ഇങ്ങനത്തെ മോട്ടിവേഷൻ കേൾക്കല്ലേ നിങ്ങൾ? ഒക്കെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേ സാധനം നമ്മൾ നമ്മുടെ ദീനിൻ്റെ കാര്യത്തിലും ചെയ്യണം. കാരണം ഇതിപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. മരിച്ചുപോയ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചു പോയതാണ് ഇതൊക്കെ ഒന്ന് ചെയ്യണമെന്ന്, നിസ്കരിക്കണമെന്ന്, നോമ്പ് വെക്കണമെന്ന്, സക്കാത്ത് കൊടുക്കണം, മര്യാദയ്ക്കൊന്ന് നടക്കണമെന്ന്. പക്ഷേ അയാളുടെ പ്രൊഫഷൻ്റെ തിരക്കിലായിരുന്നു, അയാളുടെ ബിസിനസ്സിൻ്റെ തിരക്കിലായിരുന്നു, അയാളുടെ ഫാമിലി ഇഷ്യൂസിൻ്റെ പിന്നാലെയായിരുന്നു, അയാളുടെ മറ്റു സാമൂഹ്യ പ്രവർത്തനത്തിലായിരുന്നു. മൂപ്പർക്ക് ഇതിന് നേരം കിട്ടിയില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ശരിക്കും ലൈഫ് ഭൗതികമായിട്ടൊരു സെറ്റിൽമെൻറ്റിനെ കുറിച്ച് നമ്മൾ ശക്തമായി ആലോചിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കിടക്കാനുള്ള 6 അടി മണ്ണിൻ്റെ ആ സെറ്റിൽമെൻറ്റിനെ കുറിച്ചും നമ്മൾ ആലോചിക്കണം. പടച്ചവൻ്റെ മുമ്പിൽ, ബോസിൻ്റെ മുമ്പിൽ കണക്ക് പറയണതിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അള്ളാഹിൻ്റെ മുമ്പിൽ കണക്ക് പറയണതിൻ്റെ ആ ഒരു സംഗതിയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. ലൈഫിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ്, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ക്രൈസിസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഖബറിലെയും നരകത്തിലെയും ഭീകരമായ ക്രൈസിസിനെ കുറിച്ച് നമ്മളൊന്ന് കൂലങ്കുശമായി ആലോചിക്കണം. അപ്പോൾ എല്ലാ രാത്രിയിലും അല്ലാഹ് ഒന്നാം ആകാശത്തിലുണ്ട് അറിയുമ്പോൾ നമ്മൾ അതൊക്കെ എപ്പോഴാണ് നേടിയെടുക്കുക? ഈ ഒരു സമയം നമ്മൾ അതിനൊക്കെ ഉപയോഗപ്പെടുത്തി പരമാവധി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഇത്തരം സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ബാങ്കുൽ ഇഖാമത്തിനടുക്കുള്ള സമയം, അത്തഹിയാത്തിൽ സലാം വീട്ടിന് തൊട്ടു മുമ്പുള്ള സമയം, ദിക്റും ദുആയും ഖുർആൻ പാരായണം ഇസ്തിഗ്ഫാറും ഒരുപാട് പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് അള്ളയും നമ്മളും തമ്മിൽ നിയറസ്റ്റ് എത്തി നിൽക്കുകയാണ്. ഇനി സലാം വീട്ടാൻ പോവുക, അപ്പം ചോദിക്കുക നമുക്കുള്ള ആവശ്യം. എപ്പോൾ നമ്മളതുവരെ എന്താ ചെയ്ത്? അള്ളാനെ വാഴ്ത്തി, പുകഴ്ത്തി, ഇസ്തിഗ്ഫാർ നടത്തി, കുറെ പ്രാർത്ഥിച്ച്, കുറെ ഖുർആൻ ഓതി അല്ലേ, കുറെ തൗബ ചെയ്ത്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള നല്ലൊരു സമയമാണ്. ജുമയുടെ അസറിൻ്റെ സമയം, എല്ലാ രാത്രിയിലും ഒരു സമയം. നബിൻ്റെ ഹദീസ് ഇങ്ങനെ, രാത്രി ചിലപ്പോൾ പാതിരക്ക് എണീക്കും, ചിലപ്പോൾ അല്ലേ നെട്ടി എണീക്കൂലേ. അപ്പോൾ ചിലർക്ക് എന്താ വെച്ചാൽ പുതപ്പിട്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നടക്കും. അതേപോലെ എ സിക്ക് ഒന്ന് തണുപ്പൊക്കെ ഒന്ന് കുറച്ചിട്ട് അല്ലേ, ഫാനൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഒന്നും കൂടെ സെറ്റായിട്ട്, ഇനിയിപ്പോൾ മൊബൈൽ അഡിക്ഷൻ ഉള്ള ആളാണെങ്കിൽ മൊബൈലൊക്കെ ഒന്നും കൂടി നോക്കി പുതിയ മെസ്സേജൊക്കെ ഒന്ന് നോക്കിയിട്ട് മൊബൈൽ കിടക്കും. ചിലപ്പോൾ 4 മണി 4:30 ആയി ഉണ്ടാവും, എന്നാലും ചിലപ്പോൾ മൂത്രമൊഴിച്ച് കിടക്കും. രാത്രിയിൽ നെറ്റി ഉണർന്നാൽ എണീറ്റിട്ട് നിസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ ആ സമയം നമുക്ക് ഉത്തരം കിട്ടും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളും ചില സമയങ്ങളും ചില സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ആ സന്ദർഭങ്ങളും സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ഭയങ്കര ടെൻഷൻ ബാധിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫീ ഹുക്മുക അദ്ലുൻ ഫീ ഖളാഉക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അവസാനം വജഅൽ ഖുർആൻ റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ഈ പ്രാർത്ഥന ഒരാൾ ചൊല്ലിയാൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല അദ്ഹബല്ലാഹു ഹമ്മഹു വഹസനഹു വഅബ്ദലഹു മകാനഹു ഫർഹ. അയാളുടെ ദുഃഖവും അയാളുടെ വിഷമവും അയാളുടെ ആ വിഷാദവും ഒക്കെ പടച്ചോൻ നീക്കിത്തരും. പകരം അള്ളാഹ് ഹാപ്പിനെസ് കൊടുക്കുന്നതാണ്. ദുഃഖം നീക്കിയിട്ട് ഫർഹ കൊടുക്കും. പ്രാർത്ഥനയുടെ റിസൾട്ടാണിത്. അതുകൊണ്ട് ഏതൊരു സമയത്തും ഇപ്പം മരിച്ച ഉമ്മാനെ ഓർമ്മിച്ചിട്ട് ഭയങ്കര ടെൻഷനിൽ കഴിയുന്ന ആൾക്കാരുണ്ട്.
ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് ഞാൻ കയറൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് സമീപിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടാവില്ല. ഈ ഇമോഷൻസ് ഇങ്ങനെ പങ്കുവെക്കുന്നല്ലാണ്ട് അത് വെച്ചിട്ടൊരു സീൻ ഉണ്ടാക്കുന്നല്ലാണ്ട് ഇങ്ങനെ നമുക്ക് ഉമ്മൻ്റെ വിയോഗത്തിൽ നമുക്ക് നല്ല സങ്കടവും വിഷമമുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉമ്മക്ക് നന്മകൾ ചെയ്യുവാണ്ട് അല്ലേ? ഉമ്മക്ക് ഖബറിലേക്ക് കിട്ടുന്ന കാര്യം അതെന്താണ്? പ്രാർത്ഥനയാണ്. ഇസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഖബറിൽ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ചോദിക്കുകയാണ് എന്താ അതിന് കാരണം? അപ്പൊ പറയാണ് നിന്റെ മകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണോ പ്രശ്നം, എന്തിനെ കുറിച്ചാണ് വിഷമം, അതിനെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പാപങ്ങളെ കുറിച്ച് ഓർത്താണ് വിഷമെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് മടങ്ങാം. നമ്മുടെ ജീവിത പ്രതിസന്ധിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് നമുക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ആണെങ്കിൽ പടച്ചവനോട് പറയാം, പടച്ചവൻ ഇതിൽ ഏതാണ് എനിക്ക് ഏറ്റവും നല്ലത്? അതല്ലേ ഇസ്തിഖാറത്തിന്റെ ദുആ അല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫദ്ലികൽ അദീം ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അലമു വഅൻത അല്ലാമുൽ ഗുയൂബ് എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അല്ലാഹുവോട് ചോദിക്കണം എന്താ? പടച്ചവനെ ഈ കാര്യം എനിക്ക് ഖൈറാണെങ്കിൽ, എൻ്റെ ദീനിനും എൻ്റെ ദുനിയാവിനും ഖൈറാണെങ്കിൽ അടുപ്പിക്ക്, എൻ്റെ ദീനിനും എൻ്റെ ദുനിയാവിനും എനിക്കിത് ബാഡാണെങ്കിൽ എന്നിൽ നിന്ന് തട്ടിമാറ്റ്. കാരണം രണ്ടും എനിക്കേ അറിയുള്ളൂ. പടച്ചവനോട് ഡിസിഷൻ ചോദിക്കാം നമ്മൾ. പടച്ചവൻ നമുക്കൊരു ഡിസിഷൻ ഉണ്ടാക്കി തരും, ഡോറ് തുറക്കപ്പെടും. അതുകൊണ്ട് എല്ലാ വേദനയും എല്ലാ ശൂന്യതയും പടച്ചവനിലേക്ക് നമ്മൾ ഉയർത്തുക എന്നുള്ളതാണ്. നോക്കി, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിന് കൊഞ്ഞുണ്ട്. മാത്രമല്ല ഫിർഔന് കണ്ടടത്ത് വെച്ച് കൊല്ലാനുള്ള അനൗൺസ് നടത്തിയിരിക്കുക. അള്ളാഹ് എന്താ പറഞ്ഞത്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാൻ, ഫിർഔന്റെ അടുത്തേക്ക് പോകണം. പഠിച്ചാൽ എനിക്ക് ഇനി പറ്റില്ല, കാരണം ഫിസിക്കലി ഐ ആം നോട്ട് വെൽ ടു സ്പീക്ക് അല്ലേ? എനിക്ക് മര്യാദയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഇത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് ആൾറെഡി ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള ആളാണ്. പിന്നെ അറിയാലോ, എൻ്റെ കയ്യബദ്ധത്താൽ ഒരു കിബത്തി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ തല പോവും. അതൊന്നും ഇപ്പോൾ പടച്ചവൻ എനിക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് മൂസാ നബി പറഞ്ഞോ? ഇല്ല. ഡ്യൂട്ടി ഏൽപ്പിച്ചപ്പോൾ മൂസാ നബി എന്താ പറഞ്ഞത്? റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജഅൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി. പടച്ചവൻ എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കിക്കൊണ്ട. ഇശ്റഹ് ലി സദ്രി, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കിക്കൊണ്ട. യസ്സിർ ലി അംരി, എൻ്റെ കാര്യം നീ എളുപ്പമാക്കിക്കൊണ്ട. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എൻ്റെ നാവിൻ്റെ കുടുക്ക് നീ അയച്ചുകൊണ്ടാണ്. ഫിറൗന്റെ അടുത്തേക്ക് നേരെ ചെന്ന് ഫിറൗൻ ആദ്യം ചോദിച്ചേ ഫമൻ റബ്ബുകുമാ യാ മൂസ. എന്താ അങ്ങനെ ചോദിച്ച്? മൂസക്ക് നാവിന് കെട്ടുണ്ടെന്ന് ഫിറൗൻ നേരത്തെ അറിയാം, കാരണം അവിടെ വളർന്ന കുട്ടിയാണല്ലോ. അതുകൊണ്ട് മൂസ പറയും നിങ്ങളെ റബ്ബ് ആരാണെന്ന് മൂസ പറയും. എന്താ അങ്ങനെ ചോദ്യം? രണ്ടാളുണ്ടാവും, ആരാ നിങ്ങളുടെ റബ്ബ് ചോദിച്ചാൽ പോരെ? അത് ഇന്റൻഷനലി ചോദിച്ചാണ്. മൂസ തന്നെ മറുപടി പറയാൻ. കാരണം മൂസാ നബി വിക്കി വിഴുങ്ങി പറയുമ്പോ ലായക്കാത് യുബീൻ, വ്യക്തമായിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത ഇപ്പം പറയുന്നതാണോ നിങ്ങൾ കേൾക്കണേ എന്ന് പറഞ്ഞിട്ട് കൂടുതലുള്ള ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് കാക്ക മൂസാ നബിനോട് പറയിപ്പിച്ചത്. പക്ഷെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് പറഞ്ഞു? റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഫ്ലുവൻ്റ് ആയിട്ട് മറുപടി കൊടുത്തു. മനസ്സിലായില്ലേ? എന്താ? അള്ളാഹ് കെട്ടയച്ചു വിടുക. അപ്പൊ അവിടെയൊക്കെ എത്ര പെട്ടെന്നാണ് പ്രൊസീജിയർ നീങ്ങിയത്. അബി മുആദിനോട് പറഞ്ഞു അലാ ഉഅല്ലിമുക ദുആഅൻ തദ്ഉ ബിഹി ലൗ കാന അലൈക മിത്ല ജബലി ഉഹദിൻ ദൈനാ ലഅദ്ദാഹു അല്ലാഹു അൻക. ഉഹദ് മലയോളം കടമുണ്ട് നിനക്കെങ്കിൽ പോലും ഒരു പ്രാർത്ഥന ഞാൻ പഠിപ്പിച്ചുതരാം. കോടിക്കണക്കിന് വരുന്ന നിന്റെ കടം അള്ളാഹ് വീട്ടിത്തരും. നമ്മൾ എന്താ നമ്മുടെ അടുത്തൊന്നുമില്ല വീട്ടാൻ, പിന്നെ ഇപ്പോൾ ആരപ്പം സഹായിക്കുക? പിന്നെ ഇപ്പോൾ എന്തുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക? നമ്മളങ്ങനെ കണക്കൂട്ടണ്ടേ? അദ്ദാഹുല്ലാഹു അൻക എന്ന് പറഞ്ഞത് നിന്റെ കടത്തെ അള്ളാഹ് വീട്ടിത്തരും അല്ലേ? സുബൈർ ബിൻ അവ്വാം മരിക്കാൻ കിടക്കുമ്പോൾ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മകനെ എൻ്റെ കടം നീ ഏറ്റെടുക്കണം. നിനക്ക് വീട്ടാൻ പ്രയാസമുള്ളപ്പോൾ നീ എൻ്റെ മൗലയോട് ചോദിക്കണം. ആരാ ഉപ്പ നിങ്ങളുടെ മൗല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മൗല പടച്ചോനാണ്. ബാപ്പ മരിച്ചു, കടം വീട്ടാൻ ഞെരുക്കം ബാധിക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ പ്രാർത്ഥിക്കും, യാ മൗല സുബൈർ യഖ്ദി അൻഹു ദൈനഹു. സുബൈറിന്റെ മൗലയായ പടച്ചോനെ, അദ്ദേഹത്തിന്റെ കടം വിട്ടാൻ നീ എന്നെ സഹായിക്കണേ.
എന്താ ഉണ്ടായത്? കടം മൊത്തം വീടിന് മാത്രമല്ല, ബാക്കിയായി പൈസ. അനന്തര സ്വത്ത് വീതം വെച്ചിട്ട് 4 ഭാര്യമാരിൽ ഒരാൾക്ക് 12 ലക്ഷം രൂപ. മനസ്സിലായില്ലേ? 4 ഭാര്യമാരിൽ ഒരാൾക്ക് 12 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണിത്. അത്രയും ബാക്കിയായി എന്നാ പറയുന്നത്. ഇതൊക്കെ പാടെ ഉടനെ വന്ന് പടച്ചോൻ കൊണ്ടുവരും. ഖുർആനിലൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ലൈഫിലെ എല്ലാ നന്മകളും കൊണ്ടുവരാനുള്ള പ്രാർത്ഥനയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പരിശുദ്ധ ഹറമിൽ തവാഫ് ചെയ്യുമ്പോൾ റുക്നുൽ യമാനി മുതൽ റുക്നു ഹജറുൽ അസ്വദ് വരെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. അതിലെല്ലാം പെട്ട് എല്ലാ ഹസനത്തും, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലെ എല്ലാ ഹസനത്തും, വഖിനാ അദാബന്നാർ, നരകത്തിലെ ശിക്ഷയും. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ വിട്ടൊരു പരിപാടി നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത് ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെക്കുമ്പോൾ സ്വഹാബത്ത് നബിയെ ഇങ്ങനെ നമ്മൾ അടിയറ വെക്കണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥന. അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭയക്കുന്ന കാര്യമൊക്കെ എവിടെയോ പമ്പ കിടക്കും. നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹു പറയാണ്, എൻ്റെ ദാസന്മാരെ, കുല്ലുക്കും ദ്വാല്ലൻ ഇല്ലാ മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി അഹ്ദിക്കും. എല്ലാവരും വഴിവെച്ചവരാണ്, ഞാൻ സന്മാർഗം കാണിച്ചവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിച്ചോളി. അള്ളാഹ് പറയുന്നത് കുല്ലുക്കും ജാഇഉൻ ഇല്ലാ മൻ അതംതുഹു, അതുകൊണ്ട് ഫസ്തത്ഇമൂനി അത്ഇമുക്കും. എല്ലാവർക്കും വിശപ്പുണ്ട്, ഞാൻ ഭക്ഷണം കൊടുത്തവനൊഴികെ വിശപ്പില്ല. അതുകൊണ്ട് ഭക്ഷണങ്ങൾ എന്നോട് ചോദിച്ചോളി. യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മാ കസൗതുഹു. എല്ലാവരും നഗ്നരാണ്, ഞാൻ വസ്ത്രം കൊടുത്തവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിച്ചോളി. യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാവും പകലും തെറ്റ് ചെയ്യുന്നവരാണ്. വഅന അഗ്ഫിറു ദുനൂബ ജമീഅ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. അതുകൊണ്ട് ഞാനാകട്ടെ പാപം പൊറുക്കുന്നവനാണ്, നിങ്ങൾ എന്നോട് പാപമോചനം തേടിക്കോളി. അപ്പൊ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചോളി എന്നാണ് പറഞ്ഞു. മനസ്സിലായില്ലേ? ഖുറാനിൽ ഒരായത്തുണ്ട്, സൂറത്തു ദാരിയാത്തിൽ, പിന്നെ വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശത്ത് നിങ്ങൾക്കുള്ള റിസ്ഖുണ്ട്. ഇത് കേട്ടിട്ട് ഒരാൾ യാത്ര ചെയ്തിരുന്ന ഒട്ടകത്തെ അറുത്തിട്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്താണ് അള്ളാന്റെ മാർഗത്തിൽ. ഇത് കണ്ട ഒരാൾ പിന്നീട് അയാളെ കാണുന്നത് കാലങ്ങൾക്കിപ്പുറം ഖലീഫ ഹാറൂൺ റഷീദിന്റെ കൂടെ ഹറമിൽ തവാഫ് ചെയ്യുന്നതായിട്ടാണ്. മനസ്സിലായില്ലേ? അതായത് റിസ്ക് ആകാശത്തുണ്ട്. ആർക്കുള്ളത്? ഞമ്മക്കുള്ളത്. മനസ്സിലായില്ലേ? ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. സൂറത്ത് തോഹയിൽ അല്ലാഹ് നബിയോട് പറഞ്ഞതാ, നിന്നോട് റിസ്ക് ഞാൻ ചോദിച്ചിട്ടില്ല, നിനക്കും നിന്റെ കുടുംബത്തിലുള്ള റിസ്ക് ഞാൻ തരും. ഇജെന്താ ചെയ്യണ്ടേ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം, ആരാധനയുടെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. നിങ്ങൾ ഖുർആൻ ഈ ഖുർആന് ചില അലൈൻമെന്റ്സ് ഉണ്ട്, നമുക്കത് ഇങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് തിരിയുക. ചിലതൊക്കെ അങ്ങനെ പറയുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക. ഇപ്പം ഞാനിപ്പോൾ അടുത്തൊരു ഇംഗ്ലീഷ് സ്പീക്കറെ ക്ലിപ്പ് കേട്ട്, അങ്ങനെ ആ ഒരു ഹദീസ് അങ്ങനെ പറയാമെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ ഹറം അത് തകർക്കപ്പെടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ? നിങ്ങൾ വാട്സപ്പ് തുറക്കുമ്പോൾ, നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ, നിങ്ങൾ പത്രം നോക്കുമ്പോൾ പരിശുദ്ധ കഅബാലയം തകർക്കപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധ ഹറം തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കണ്ടാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് അദ്ദേഹം കൊണ്ടെത്തിക്കാൻ കൊടുക്കുക നിങ്ങൾക്ക്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. എങ്കിൽ അതിനേക്കാൾ ഗൗരവമാണ് നിങ്ങളുടെ മറ്റൊരുത്തൻ്റെ അഭിമാനത്തെ തകർക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇതിനൊരു വേറൊരു ഇതുണ്ടല്ലേ, വേറൊരു ഫീലില്ലേ? ഇങ്ങനെ ഖുറാൻ്റെ ഓരോ ശൈലികളും ഖുറാൻ്റെ ഓരോ പ്രയോഗങ്ങളും നമ്മൾ നോക്കുമ്പോൾ അതിന് വേറിട്ട ചില സംഗതികളുണ്ട്. ആ ഒരു അർത്ഥത്തിൽ തന്നെ നമ്മളതിനെ നോക്കിക്കാണുമ്പോൾ
നമുക്കുണ്ടാവുന്ന ഒരു നിർഭയത്വവും നമുക്കുണ്ടാവുന്ന ഒരു തിരിച്ചറിവും അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഖുർആന് റിസ്ക്കിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇബാദത്തിന്റെ കൂടെയാണ്. റിസ്ക്കിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഇബാദത്തിന്റെ കൂടെയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും ഉണ്ടാക്കിയത് എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. നിങ്ങൾ റിസ്ക് നൽകണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ ഭക്ഷിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതൊക്കെ ഞാൻ തരും, അത് എൻ്റെ ഡ്യൂട്ടിയാണെന്ന് പഠിച്ചോ പറഞ്ഞു. ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ മതി. എൻ്റെ അർത്ഥം പണിക്കൊന്നും പോകാതെ ഇബാദത്ത് ചെയ്യാന്നാ അല്ല. ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇബാദത്ത് മുടക്കണ്ടെന്നാ. പണിക്ക് പോയിക്കോ, റിസ്ക് അല്ല തരും. പക്ഷെ ഇബാദത്തിന് ഒരു ഭംഗവും സംഭവിക്കരുത്. പണികളിലുണ്ടോ, കുടുംബങ്ങളിലുണ്ടോ, ജോലികളിലുണ്ടോ, മറ്റു കാര്യങ്ങളിലുണ്ടോ, ആരാധനയുടെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ ഒരു അമാന്തവും നിനക്കുണ്ടായിരുന്നു. അനക്കുള്ള റിസ്ക് ഞാൻ തരും. അപ്പോൾ അള്ള പറയണേ എല്ലാവരും പട്ടിണിയാണ്, ഞാൻ ഭക്ഷണം കൊടുത്തവനാണ് സുഭിക്ഷമായി ഉണ്ടെന്ന്. എല്ലാവരും നഗ്നരാ, ഞാൻ ഡ്രസ്സ് കൊടുത്തവനാണ് വസ്ത്രം ധരിക്കണം. എല്ലാവരും പാപികളാ, ഞാൻ പുറത്തു കൊടുത്തവനാണ് പാപിയല്ലാത്തവർ. അതുകൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അർപ്പിക്കാൻ തയ്യാറാവുക എന്നുള്ള മനസ്സിൽ ഏറ്റവും വലിയ വ്യഥയുമായിട്ട് വന്ന ആളോടാണ് പണ്ഡിതന്മാർ ഇത് പറയുന്നത് എന്ന് അറിയുമ്പോൾ എത്രത്തോളം ഇതിനൊരു ഗൗരവമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. മാത്രമല്ല മരുന്നാണ് പ്രാർത്ഥന, അല്ലേ? മരുന്ന് ഫലിക്കണമെങ്കിൽ ആ മരുന്നിന് എതിരായിട്ടുള്ള സംഗതി ഉണ്ടാകാൻ പാടില്ല. ആളുകൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടില്ല അറിയും. എന്താ കാരണം? തിന്നുന്നതും കുടിക്കുന്നതും ധരിച്ചതും ഒക്കെ ഹറാമായിരിക്കും. മോഷ്ടിച്ചതും വഞ്ചിച്ചതും പറ്റിച്ചതും പലിശ വാങ്ങിയതും ഒക്കെ ആയിരിക്കും. യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞ ഒരാൾ കൈകൾ ഉയർത്തുന്നുണ്ട്, പക്ഷേ അയാളുടെ വസ്ത്രം ഹറാമാണ്, അയാളുടെ ഭക്ഷണം ഹറാമാണ്, അയാൾ കുടിച്ചത് ഹറാമാണ്. പിന്നെ എങ്ങനെ അയാൾക്ക് ഉത്തരം കിട്ടുന്ന? അതുകൊണ്ട് ഹറാം ഉണ്ടാകരുത്. ചോദിക്കുന്നത് ഹറാമിന് വേണ്ടിയാകരുത്. കുടുംബ ബന്ധം നശിപ്പിക്കാനും തകർക്കാനും വേണ്ടിയാകരുത്. ഹറാമായ കാര്യങ്ങളാകരുത് നാം പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ധൃതി കാണിക്കരുത്. അള്ളാഹുവിൽ അവമതിപ്പുണ്ടാകരുത്. പ്രാർത്ഥിച്ചിരുന്ന് കാര്യമില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകരുത്. ഇട്ടെറിഞ്ഞു പോകരുത്. പണ്ഡിതന്മാർ പറഞ്ഞത് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന നിർത്തിപ്പോണ ഉദാഹരണം, ഒരു ചെടി കുഴിച്ചിട്ടിട്ട് കുറച്ചിങ്ങനെ വളർന്നു വരുമ്പോഴത്തേന് ഇതെന്താ വേഗം വളരാത്തത് പറിച്ചിട്ട് പോണ ആളെ പോലെയാണ്. ഏത് ചെടി കുഴിച്ചിട്ട് അതിന് വളരാനുള്ള ടൈം ഉണ്ടാവുമല്ലോ. പക്ഷെ അത് ഓം വിചാരിച്ച് പെട്ടെന്ന് വളരാത്തതുകൊണ്ട് നനയ്ക്ക് നിർത്തിയിട്ട് അത് വലിച്ചിട്ട് കൊയ്യാറുന്ന പോലെ ആ ആൾക്കാരെ പോലെയാണ്. അത് വളർന്ന് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഏതോ ഒരു ഇതിൽ കേട്ടിട്ടുണ്ട്, ഒരാൾ ചെടി നടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കുട്ടി ചെടി നട്ടത് മുളയാണ്. മുളൻ്റെ ചെറിയ ഇതിങ്ങനെ കുഴിച്ചിട്ട് അപ്പോൾ ഡെയിലി വെള്ളം ഒഴിക്കും. അപ്പോൾ വളരുന്നില്ല. അപ്പോൾ അവന് വല്യച്ഛനോട് പോയിട്ട് പറഞ്ഞു, അച്ഛാ വെള്ളം ഒരുപാട് ഒഴിച്ചു, ഒരുപാട് ദിവസം ഞാൻ നോക്കി, വളരുന്നില്ല, ഇനി എനിക്ക് വയ്യാറുണ്ട്. അപ്പം അച്ഛൻ കുട്ടിയോട് പറഞ്ഞത്രേ, കുറച്ച് ദിവസം കൂടെ മോന് വെള്ളം ഒഴിക്കും. അങ്ങനെ കുറച്ച് ദിവസം കൂടെ വെള്ളം ഒഴിച്ച് അപ്പം എന്താ സംഭവിച്ച്? മുള പൊട്ടി, മുള വളരാൻ തുടങ്ങി. മുള വളരുമ്പോൾ എന്താ ഉണ്ടായാൽ ഇങ്ങനെ ഓരോ ഇതിങ്ങനെ ഇങ്ങനെ അല്ലേ പെട്ടെന്ന് വളർന്നാ പോവുക, അല്ലേ? അതിൽ ഓരോ കണ്ണികളിങ്ങനെ വളർന്നാ പോവുക. വളരെ പെട്ടെന്ന് ഇങ്ങനെ ഉയർന്നു പോകുന്നുണ്ടപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ അതിലൂടെ ആ വല്യച്ഛൻ കുട്ടിക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തു. ഒരു ക്ഷമയും ഒരു പേഷ്യൻസ്, അല്ലെ? ഓരോന്നിനും അതിൻ്റെ ഒരു സമയം ഉണ്ടാവും. ആ സമയം വരെ നമ്മൾ പിടിച്ചു നിൽക്കണം, ക്ഷമിച്ച് നിൽക്കണം, സഹിച്ച് നിൽക്കണം. ഒരു നല്ല കാലം വരും. ഒരു നാളിൽ നമ്മുടെ മാവും പൂക്കും പറഞ്ഞേ. അപ്പം അതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യരുത്? തിരക്കൂട്ടിയിട്ട് പോകരുത്. മനുഷ്യനെ പടച്ചവൻ അജൂലായിട്ടാണ് സൃഷ്ടിച്ചത്, ധൃതിയുള്ളവനായിട്ട്. ഏത് കാര്യത്തിലും ഭയങ്കര ധൃതിയാണല്ലോ ആൾക്കാർക്ക്. അത് ഈ പ്രാർത്ഥനയുടെ കാര്യത്തിലുള്ളതുകൊണ്ട് ആളുകൾ പാതിയിലിട്ട് പോവാണ്. എപ്പോഴും നമ്മൾ ഒരു പ്രാർത്ഥനയുള്ള മനസ്സുമായിട്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് ആക്സിഡൻ്റ് അപകടം ഉണ്ടായി. ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോൾ സൗദി എയർലൈൻസും ഒമാൻ എയറും ഇതൊക്കെ ഒരു പ്രാർത്ഥന പ്ലേ ചെയ്യും, അല്ലേ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ വൽ അമലി മാ തർദ അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ വത്വി അന്നാ ബുഅദ അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ. അല്ലേ? ആ പ്രാർത്ഥന എത്ര അർത്ഥവത്താണ്. ആ പ്രാർത്ഥന അറിയുന്നത്, അല്ലേ? എത്ര അർത്ഥവത്താണ് ആ പ്രാർത്ഥന.
ബിറും തഖ്വയും നിനക്ക് തൃപ്തിപ്പെട്ട കാര്യം ഈ യാത്രയിൽ ചോദിക്കുന്നു. പഠിച്ചോൻ ഈ യാത്രയിലെ എല്ലാ പ്രയാസത്തിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു. വണ്ടി കയറുന്നിട്ട് ഒറ്റ വിടലല്ല. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പഠിച്ചോനെ നിന്നിലേക്ക് വരാനുള്ള ഈ വണ്ടി അല്ലേ, ഇപ്പോൾ ഈ മഴക്കാലാണ്, നല്ലോണം ശ്രദ്ധിക്കണം വണ്ടി ഓടിക്കുമ്പോൾ. ടയറും റോഡും അതിൻ്റെ ഇടക്ക് വെള്ളവും, ജലപാളികൾ രൂപപ്പെടും. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത്. വണ്ടി എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കിപ്പോഴും ഇതുവരെ പിടുത്തം കിട്ടിയില്ല എന്താ സംഭവിച്ചത്. ഇത് ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഒറ്റ പോക്കണം പോകും വണ്ടി. ചവിട്ടിയാലും കിട്ടില്ല, ഒന്നും കിട്ടില്ല, എവിടെയും പോയിട്ട് പോയി. അപ്പം എന്താണ്, 6 എയർ ബാഗ് ഉണ്ട്, ABS ബ്രേക്ക് ഉണ്ട്, അപ്പോളോൻ്റെ പുതിയ ടയറുണ്ട്, ബ്രേക്ക് പാഡ് പുതിയതാണ്, ഓയിൽ പുതിയതാണ്, അവിടെ ഒന്നും കാര്യമില്ല. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. പടച്ചോനെ നീയാണ് ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. പ്രാർത്ഥനയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ പെരുന്നാൾ പോവാണ്, എന്താ പ്രാർത്ഥിക്കുക? ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമുക്ക് ഒരു സുരക്ഷയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു അപകട വാർത്ത കേൾക്കാണ്ടിരിക്കാൻ, നമ്മൾ ഇറങ്ങിപ്പോയിട്ട് ഇനി വീട്ടുകാർക്ക് നമ്മളെക്കുറിച്ചൊരു അപകട വാർത്ത കേൾക്കാതിരിക്കാൻ, ഇതൊക്കെ നമ്മളെപ്പോഴും ഒരു പ്രാർത്ഥന മനസ്സുള്ളവരെ ജീവിക്കുമ്പോൾ എന്ത് സംഭവിച്ചാലും പിന്നെ റാഹത്തുണ്ടാവും. നമ്മൾ പഠിച്ചവനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഖൈറ് ഉണ്ടാവുമെന്ന് സമാധാനിക്കാൻ നമുക്ക് പറ്റും. ആ ഒരു അർത്ഥത്തിൽ വിനയാന്യതന്മാരായി താഴ്മയോടെ അള്ളാഹനെ സ്തുതിച്ചും വാഴ്ത്തിയും പുകഴ്ത്തിയും അവൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചും അവൻ്റെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞും ആവർത്തിച്ച് റബ്ബിനോട് ഒരു പിഞ്ചു പൈതങ്ങൾ ചോദിക്കുന്നത് പോലെ, കുട്ടികൾ ഒരു കളിപ്പാട്ടം ചോദിക്കുക എങ്ങനെയാണോ അങ്ങനെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് കരഞ്ഞു ചോദിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ പറയാം, നമ്മുടെ വ്യഥകൾ പറയാം, നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. നമ്മളെ ചോദിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഖുർആൻ ക്ലാസ് ഇട്ട് നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് വേറെ കാര്യം നമ്മുടെ ചിന്തയിൽ വരും. നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ഉണ്ടാണ്ടൊരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ യാത്രക്കുള്ള ആൾക്കാരുണ്ടാവില്ലേ, യാത്രക്കുള്ള ആൾക്കാർക്ക് കേൾക്കുക എന്നുള്ളത് നല്ല സൗകര്യങ്ങളാണ്. പീസ് റേഡിയോ ഒക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബിൽ കുറച്ച് പ്ലേലിസ്റ്റുകൾ കയറ്റി വെച്ചിട്ടുണ്ട്. അത് കയറ്റി വെച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെറുതെ പോണതിനേക്കാളും നല്ല എന്തെങ്കിലും കേൾക്കലാണല്ലോ. അപ്പോൾ ഞാൻ ഈ സൂറത്ത് ദാരിയാത്തിൻ്റെ തഫ്സീർ ഇങ്ങനെ വായിച്ച് കേട്ടുകൊണ്ട് പോകണം. അപ്പോൾ അതിൽ ഈ മുഅ്തസിലിയാക്കൾക്കൊരു വാദമുണ്ട് അത്ര. ഒരാൾ മുസ്ലിം ആണെങ്കിലും അയാൾ വൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാം ഔട്ടാണ്. അതാണ് ഓലെ വാദം. പക്ഷേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വാദം ആൾ ഇസ്ലാമിൽ നിന്ന് ഔട്ടാവില്ല, പക്ഷെ അയാൾ വൻ പാപം ചെയ്ത ആളാണ്. അയാൾ തൗബ ചെയ്ത് മടങ്ങണം. അയാൾക്ക് പരലോകത്ത് ഒന്നുകിൽ അള്ളാഹ് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിപ്പിച്ചിട്ട് അയാളെ സ്വർഗത്തിലേക്കാക്കും. അപ്പോൾ അവിടെ നമ്മൾ മുഅ്തസിലിയാക്കളെ കുറിച്ചാണ് ചർച്ച ചെയ്യണമെങ്കിൽ പോലും അവിടെ വലിയൊരു തസ്കിയത്തുണ്ട്. എന്താണ്? ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ ഒന്നുകിൽ നരകം, പണ്ഡിതന്മാർ പറയുന്നത് ഒന്നുകിൽ നരകത്തിൽ പോയിട്ട് അതനുഭവിച്ചിട്ട് അവൻ സ്വർഗത്ത് പോകണമെന്ന്. അതിന് കേൾക്കുമ്പോഴേ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ പടച്ചോനെ ഇപ്പം തന്നെ പുറത്തുനിന്നില്ലേ ഞാൻ കുടുങ്ങും എന്ന മനസ്സെപ്പോഴേ ഉണ്ടാവുള്ളൂ. ഈ ബോധം ഉണ്ടാവുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ലത് കേൾക്കാനും നല്ലത് പറയാനും നല്ലൊരു അന്തരീക്ഷത്തിൽ ജീവിക്കാനും പടച്ച റബ്ബ് സുബ്ഹാനഹു തആലയുമായിട്ട് പ്രാർത്ഥനയുള്ള, എപ്പോഴും പടച്ച റബ്ബിനെ സ്തുതിക്കുന്ന ഓർക്കുന്ന ആൾക്കാരായിട്ട് മുന്നോട്ട് പോകാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ വിഷയം നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും എത്ര സംസാരിച്ചാലും നമുക്ക് കൂടുതൽ അറിവും തിരിച്ചറിവും ഉണ്ടാകുന്ന സംഗതിയാണ് ഇസ്ലാമികമായിട്ടുള്ള ഓരോ വിഷയവും. നമ്മൾ ഈ പറഞ്ഞു തന്നെ പറയുകയാണെങ്കിലും പിന്നെയും ഒരുങ്ങണം, പിന്നെയും കുറേ ക്ലാസ്സുകൾ കേൾക്കണം, കുറേ വായിക്കണം. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞപ്പോൾ പറയാത്ത ചില സൈഡിൽ നിന്നുകൊണ്ടായിരിക്കും ചില ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടാകും. അപ്പോൾ തിരിച്ചറിവാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. തികഞ്ഞ ബോധ്യത്തോടുകൂടെ നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം. നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ചെയ്തു തീർക്കാനുള്ള ഒരുപാട് സ്വപ്നങ്ങളുടെ ചിറകിലേറിയിട്ടായിരുന്നു അവരും ഫ്ലൈറ്റ് കയറിയത്. പക്ഷേ പടച്ച റബ്ബിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് 200 ചില്ലാനും ആളുകളുടെ ജീവൻ പൊലിഞ്ഞത് ഒരു നിമിഷ നേരം കൊണ്ടാണ്. ലണ്ടനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ UK പോകുന്ന ആൾക്കാരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റും അവരുടെ ലൈഫിനെ കുറിച്ചുള്ള ഡ്രീമൊക്കെ എത്രത്തോളം വലുതായിരിക്കും അല്ലേ. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത്
ജോലി സ്ഥലത്തേക്ക് തൻ്റെ കുടുംബത്തെ കൂട്ടി പോകുന്ന ആ ഒരു ഫാമിലിൻ്റെ ഫോട്ടോ കണ്ടപ്പോഴാണ്. ബാക്കിയൊക്കെ നമ്മൾ സഹിച്ച്. പക്ഷെ ആ കുഞ്ഞു മക്കളുടെ ചിരിക്കുന്ന മുഖവും ഒക്കെ കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. ജീവിതം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് കണക്കുകൾ കൂട്ടും, പക്ഷേ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ നിശ്ചയിച്ചു വെച്ച ഒരു സമയം നമുക്കെല്ലാവർക്കുമുണ്ട്. പോയിട്ട് തിരിച്ചു വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഫ്ലൈറ്റ് കയറിയത്. പക്ഷേ തിരിച്ചു വരവില്ലാത്ത വിധം യഥാർത്ഥ ലോകത്തേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞു. മരിച്ചവരുടെ കണ്ണുകൾ നമ്മൾ അടച്ചു കൊടുക്കുമ്പോൾ മരിച്ചവർ നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്നുണ്ട്. മരിച്ചവർ നമ്മളോട് പറയുന്നത്, നിന്നെപ്പോലെ സ്വപ്നങ്ങളുടെ ചിറകിലേറി ജീവിച്ച ഞാൻ പെട്ടെന്ന് മരിക്കുകയായിരുന്നു. എനിക്കൊന്നും മരണത്തിനപ്പുറത്തെ ലോകത്തേക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ചെയ്തു കൂട്ടിയതാകട്ടെ എനിക്കിവിടെ സംരക്ഷണം നൽകുന്ന കാര്യങ്ങളുമല്ല. അതുകൊണ്ട് നീയെങ്കിലും നിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് മരിച്ച ഓരോരുത്തരും നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ലൈഫ് അത് വെരി ഷോർട്ടാണ്. വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ സമയം അതിവേഗത്തിൽ നമ്മളെയും കൊണ്ട് കുതിച്ചു പോകുമ്പോൾ അടുത്ത ദിവസത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇന്നാലില്ല ചേർത്ത് വെച്ച് അതിൽ ആഡ് ചെയ്യപ്പെടുന്ന ഫോട്ടോയും പേരും നമ്മുടേതായിരിക്കും. എൻ്റെ നാട്ടിൽ ഒരാൾ മരിച്ച് രാവിലെ, അയാളുടെ മരണവാർത്ത എന്നൊരു ഗ്രൂപ്പുണ്ട്. അതിൽ പോസ്റ്റ് ചെയ്ത ആള് വൈകുന്നേരം മരിച്ചു. രാവിലെ നാട്ടിൽ മരിച്ച ഒരാളുടെ വാർത്തയും ഫോട്ടോയും പോസ്റ്റ് ചെയ്ത ആള് വൈകുന്നേരം മരിച്ച്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. ദുനിയാവിൻ്റെ പിന്നാലെ ഓടാൻ തിരിഞ്ഞാൽ കിട്ടൂല, തികയൂല. ദുനിയാവ് മൊത്തം നമുക്കൊന്നിച്ചിങ്ങോട്ട് വാരിക്കൂട്ടാൻ പറ്റുകയുമില്ല. പിന്നെ നമുക്കുള്ളത് പരലോകമാണ്. മരണമില്ലാത്തവിടേക്ക് എത്തുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ പാപമില്ലാത്തവരായി പടച്ചോന് ഇഷ്ടപ്പെട്ടവരായി വിജയിച്ചവരായി സ്വർഗക്കാരായി ഹാജരാക്കപ്പെടാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ ബോധത്തോടുകൂടെ പഠിച്ചും മനസ്സിലാക്കിയും അറിഞ്ഞു ഉൾക്കൊണ്ടും ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ വളരെ ചിട്ടയായി ഭംഗിയായി മനോഹരമായി ബോധത്തോടെ ഉണർച്ചയോടെ ചെയ്ത് നമുക്ക് എന്തെല്ലാം രംഗത്ത് സഹായിക്കാനും ചെയ്യാനുമൊക്കെ പറ്റുമോ അവിടങ്ങളിലേക്കെല്ലാം നമ്മുടെ ജീവിതത്തെ പരമാവധി അടയാളപ്പെടുത്തും. ഈ മഴക്കാലമാണ്. മഴക്കാലത്ത് കുറേ ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ മഴയാവുമ്പോൾ കുറേ ആൾക്കാർക്ക് ജോലിയില്ലാണ്ടാവും. കുറേ വീട്ടിൽ പട്ടിണിയും പ്രയാസവും ബുദ്ധിമുട്ടുമാകും. ഇന്നലെ താജുദ്ദീൻ സുലായി ഒരു അനുഭവം പറഞ്ഞു. മഴക്കാലമാകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അയൽവാസിയാണ് പറഞ്ഞ അദ്ദേഹം. മൂപ്പരെ തൊട്ട് അയൽപ്പക്കത്ത് ഒരാളുണ്ടായിരുന്നു. അത്ര നല്ല ദീനീബോധമുള്ള മനുഷ്യനാണ്. സ്കൂൾ തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹം ആടിനെ കെട്ടിയ കയറൂരിയിട്ട് പറങ്കിമാവിൽ തൂങ്ങി മരിച്ചു. നല്ല ഈമാനുള്ള മനുഷ്യനായിരുന്നു. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, മഴക്കാലം തുടങ്ങിയപ്പോൾ പണിയില്ല. കുട്ടികൾക്ക് ബാഗ് വേണം, കുട വേണം, ബുക്ക് വേണം, ഭീമമായ സംഖ്യ വേണം. മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടുന്നത് മൂപ്പർക്ക് ആലോചിക്കാനും വയ്യാത്ത അവസ്ഥ. അവസാനം ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം കയറെടുത്ത് തൂങ്ങി മരിച്ചതാണ്. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ഒന്ന്, നമ്മളൊക്കെ വീട്ടിൽ എത്ര ഭക്ഷണം വേസ്റ്റ് ആകുന്നല്ലേ, എത്ര രാജകീയമായിട്ട് ആർഭാടപൂരിതമായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് കണ്ണോടിക്കാനും നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് അവരും സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുവാനും നമ്മുടെ മനസ്സ് വിശാലമാകുമ്പോൾ നമുക്കുള്ളതാണ് സ്വർഗം. സ്വതക്ക നിർവഹിച്ചവർക്കും നിസ്കരിക്കുന്നവർക്കൊക്കെ. മോന് രാവിലെ നീച്ചിട്ട് നിസ്കരിക്കാതെ നടക്കുക. അപ്പോൾ ഇജ്ജ് നിസ്കരിച്ചോ? നിസ്കരിച്ചു ചോദിച്ചപ്പോൾ ആൻസറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ 7-8 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ ബാബുസ്വല നിസ്കരിച്ചവർക്കുള്ളൊരു ഡോറുണ്ട്. അപ്പം ഞാനും ഉമ്മച്ചിയും ഇത്താത്തിയും ഒക്കെ നിസ്കരിച്ചതാണ്. അപ്പം ഞങ്ങളൊക്കെ അതിലെ കയറി പോയി കാരണം. അപ്പോൾ ഈ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം പോയിട്ട് നിസ്കരിച്ച്. നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു റിസൾട്ട് പരലോകത്തുണ്ട്. സ്വതക്കക്ക് ബാബു സ്വതക്ക, ജിഹാദിന് ബാബുൽ ജിഹാദ്, നമസ്കാരത്തിന് ബാബു സ്വല. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പടച്ചവൻ അറേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലക്ഷോറിയസ് ലൈഫ് അള്ളാഹ് സെറ്റാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ളൊരു മത്സരവും പണിയും അധ്വാനവും ആയിരിക്കട്ടെ നമ്മുടെ ആയുഷ്കാലത്തിൽ നമ്മളെല്ലാവരും
അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും നമ്മിൽ വർഷിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ ആഴത്തിൽ പഠിക്കാനും അതിൻ്റെ ആശയാദർശങ്ങളെ ശരിക്കും ഉൾക്കൊണ്ട് മനസ്സിലേക്ക് ഇറക്കി വെക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും സർവാധിനാഥനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇൽമും ഹിക്മത്തും ഹിൽമും തഖ്വയും ഈമാനും യഖീനും ഒക്കെ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം, സമ്പത്ത്, മക്കൾ, കുടുംബം എല്ലാറ്റിനും അള്ളാഹു ഖൈറും ബറക്കത്തും റഹ്മത്തും വർഷിപ്പിക്കുമാറാവട്ടെ. പടച്ചറബിന് വഴിപ്പെട്ട് അവനോട് പ്രാർത്ഥനാ മനസ്സുള്ളവരായി അവന് കീഴൊതുങ്ങി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മക്കളെ ദീനീ ബോധമുള്ള മക്കളാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് അവനിഷ്ടപ്പെട്ട കർമ്മത്തിലായിരിക്കെ സ്വർഗ്ഗക്കാരനായിരിക്കെ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസികമായ, ശാരീരികമായ, കുടുംബപരമായ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ധാരാളം ആളുകൾ അള്ളാഹു അവരെല്ലാവരുടെയും ഹാജത്ത് പൂർത്തീകരിക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അസമാധാനമാണ്, അസ്വസ്ഥതയാണ്, യുദ്ധമാണ്. യുദ്ധം എന്നും കണ്ണീര് മാത്രമാണ് ലോകത്തിന് സമ്മാനിച്ചത്. അള്ളാഹു ലോകത്തുടനീളം സമാധാനം വർഷിപ്പിക്കുമാറാവട്ടെ. ഫലസ്തീനികൾ കാലങ്ങളായി പ്രയാസത്തിലാണ്, പട്ടിണിയിലും പരിവട്ടത്തിലുമാണ്. 18 മാസമായി അവിടെ ഒരു വെളിച്ചമുണ്ടായിട്ട്, അവിടെ ശുദ്ധജലം കിട്ടിയിട്ട് അവർക്ക് വീടില്ല, ചികിത്സയില്ല, ഡോക്ടർമാരില്ല, മെഡിസിൻസ് ഇല്ല. അള്ളാഹു സ്വതന്ത്രവും ആശ്വാസവും രക്ഷയും സമാധാനവും കൊടുക്കട്ടെ. മനുഷ്യന്മാരെ കൂട്ടക്കുരുതി നിർവഹിക്കുന്ന നരാധമന്മാർക്ക് അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്തും സ്വതന്ത്രവും സമാധാനവും നിലനിർത്തി തരുമാറാവട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم.